So good evening to all. So നമ്മളിന്ന് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്യാണ്. സയന്റിഫിക് ഓഫീസർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആദ്യമേ തന്നെ ഞാൻ അതിനുള്ള ആശംസകൾ നേരിടും. നല്ല രീതിയിൽ ഈ കോഴ്സ് പഠിച്ച് നല്ല രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാനാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. സോ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഫിസിക്സ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ തുടങ്ങുകയാണ്. സോ അവിടെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന ഭാഗമാണ്. സോ ആ ഭാഗമാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിലവിലുള്ള സിലബസ് പ്രകാരം സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൻ്റെ എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള സെഷനിലോട്ട് കിടക്കാം. ഓക്കെ, സോ ഇവിടെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൽ മെയിനായിട്ട് നമുക്ക് സിലബസിൽ നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ്, സ്വാഭാവികമായിട്ട് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മില്ലർ ഇൻഡിസസ് എന്താണ്, റെസിപ്രോക്കൽ ലാറ്റിസ് എന്താണ്, അതുപോലെ തന്നെ ബ്രില്യൻ സോൺസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ മെയിൻലി ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ക്രിസ്റ്റൽ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മില്ലർ ഇൻഡിസസ്, റെസിപ്രോക്കൽ ലാറ്റിസ്, ബ്രില്യൻ സോൺ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. മുമ്പ് അതിൽ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഐൻസ്റ്റീൻ ഡിബേ മോഡൽ ആൻഡ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്ന നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ലാറ്റിസ് വൈബ്രേഷനുമായി ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങളുണ്ട്. ആൻഡ് ഫ്രീ ഇലക്ട്രോൺ തിയറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ട്. ആൻഡ് ബ്ലോച്ച് ഫംഗ്ഷൻ, ക്രോണിക് മോഡൽ എന്ന് പറയുന്നത് ഇലക്ട്രോൺ മോഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള തിയറീസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു സോളിഡ് മെറ്റീരിയലിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസുകളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഭാഗമായിട്ടാണ് നിങ്ങളെ MSc സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് പഠിച്ചിട്ടുണ്ടാകും. MSc മാത്രമല്ല, ചിലപ്പോൾ നിങ്ങൾ ഡിഗ്രിക്ക് അതുപോലെ തന്നെ +2-നും ഈ പറയുന്ന സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൻ്റെ ഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിന് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് തിയറികളൊക്കെ വരുന്നത് നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗത്താണ്. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ഒരു സിലബസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകളായിട്ട് മെയിനായിട്ട് വരുന്നത് പൂരിയൻ ബാബ, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ബൈ പൂരിയൻ ബാബ, MA വഹാബ്, ഓതേഴ്സിൻ്റെ പേരാണ് ഇതൊക്കെ. നിങ്ങൾക്ക് ചാൾസ് കിറ്റൽ ആൻഡ് ആഷ്റോഫ് ആൻഡ് മെർമിൻ, ഇതാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം റെഫർ ചെയ്യാവുന്ന ടെക്സ്റ്റ് ബുക്കാണ്. അതിൽ പൂരിയൻ ബാബ എന്ന് പറയുന്ന ടെക്സ്റ്റ് കമ്പാരിറ്റീവ്ലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ്. ചാൾസ് കിറ്റൽ പുതിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ്സിനപ്പുറം കൂടുതൽ വായനകൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാനധികം നീട്ടുന്നില്ല. നമ്മൾ ഡിസ്കഷൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന ഭാഗത്താണ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക്കലി സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു മെറ്റീരിയലിന്റെ ഫിസിക്സ് ആസ്പെക്റ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ സോളിഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മെയിൻലി മൂന്ന് തരത്തിലുള്ള മാറ്റേഴ്സ് ആണ് നമുക്ക് അറിയാനുള്ളത്. ഒന്ന് ലിക്വിഡ്, സോളിഡ് ആൻഡ് ഓൾസോ വി ഹാവ് ഗ്യാസ് സ്റ്റേറ്റ്. ആൻഡ് ഓൾസോ നിങ്ങൾക്കറിയാം പ്ലാസ്മ എന്ന് പറയുന്ന ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റേഴ്സും അവിടെ ഉണ്ട്. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സോളിഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. സോളിഡിന്റെ കേസ് നിങ്ങൾക്കറിയാം, അവിടെ കുറച്ചുകൂടെ ബോണ്ടിങ്സ് എന്ന് പറയുന്ന റിജിഡ് ആയിട്ടുള്ള സാധനത്തിനെയാണ് നമ്മൾ സോളിഡ് എന്ന് പറയാം. കമ്പയർ ടു ലിക്വിഡ്, കമ്പയർ ടു ഗ്യാസ്, നമുക്ക് സോളിഡിന്റെ കേസിൽ റിജിഡ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ്സ് പ്രസന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് സോളിഡ്സിന്റെ കേസിൽ പറയാൻ പറ്റും. നിങ്ങളിപ്പോൾ കാണുന്ന മൊബൈൽ ഫോൺസിന്റെ കേസിലാവട്ടെ, നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന പെന്നിന്റെ കേസാവട്ടെ, ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്ക്, ഇതൊക്കെ നമുക്ക് സോളിഡിന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. നിങ്ങളുടെ മുന്നിലുള്ള പല ഒബ്ജക്റ്റുകളും നിങ്ങളിപ്പം സോളിഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത്. സോ നമുക്കറിയാം. സോ അവിടെ സോളിഡിന്റെ കേസിൽ വരുന്ന മെയിൻ ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ട് രീതിയിലാണ് മെയിൻലി നമ്മൾ സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്യുക. One is basically on amorphous. One second.
Okay. A second. There's a technical issue. So what we are talking is that we were solid state physics in the case. So a solid in the solids case. One is we having amorphous, another one crystal in the barna Ridirana. But under Ridirana crystal structures on the crystalline solids, amorphous solids. So crystalline solids in the variable, we basically having a periodic arrangement of atoms on the amorphous in the case we have a random arrangement of atoms. And we can also see crystalline solids in the case sharp melting point down will not be having a sharp melting point for amorphous. Okay, and anisotropic in nature anisotropic different directional different properties and crystallines in the case that will be more rigid and less entropic. Entropic entropy disorderness ordered crystalline less entropy case. This crystalline amorphous solids. So, you have different crystalline solids in examples. Amorphous solids in examples. Then you odd one pick amorphous one pick you can have a question. So, crystalline in the periodic arrangement. Amorphous in the case randomly oriented atoms scattered arranged. Okay, so we mainly discuss crystalline solids in the case discussions main focus. Okay, so crystalline solids in the case different classes so then discuss solid basically. Okay, crystal how do you say crystal to be? So crystal normally mainly crystal lattice points. Okay, now screen points screen. So we'll have a lot of points over there. So all points which is actually represented imaginary space ordered points arrange. So these are atoms basically imaginary points. So imaginary points particular atom locate suppose. Okay, atoms locate so atoms in the case sorry. So we have a lot of imaginary points. So these imaginary points atoms place basically crystal. So here system lattice here system lattice. So this lattice point atom place lattice plus basis basically crystal. Different type of crystal structures crystal structures in the case basically corners of positions positions different type of atoms distribute basically crystal. Okay, so crystal it is basically crystal plus lattice plus basis basis
ഗ്രൂപ്പ് ഓഫ് സിംഗിൾ ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസിനെയാണ് നമ്മൾ ബേസിസ് എന്ന് പറയാം. സോ ഈ ബേസിക് കാര്യമാണ് നമ്മൾ ജസ്റ്റ് പറഞ്ഞത്. ആൻഡ് ഒരു ക്രിസ്റ്റലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓർഡേർഡ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണെന്ന് പറഞ്ഞു. അപ്പം ഒരു ക്രിസ്റ്റലിന്റെ എല്ലാ സൈഡിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓർഡർനെസ് കാണാൻ പറ്റും. ഓക്കെ, സോ നമുക്കൊരു ക്രിസ്റ്റലിന്റെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് സെഷൻ എന്ന് പറയുന്നത് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ യൂണിറ്റ് സെല്ലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ യൂണിറ്റ് സെൽ എന്ന് പറയുന്നതാണ്, ഇറ്റ് ഈസ് എ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് എ ക്രിസ്റ്റൽ വിച്ച് ക്യാൻ കണ്ടിന്യൂസ്ലി റിപ്പീറ്റ് ആൻഡ് ജനറേറ്റ് ലാറ്റിസ്. നമുക്ക് ചെറിയ ചെറിയ ഒരേ ഇഷ്ടിക കല്ലുകൾ ഉണ്ട് എന്ന് വിചാരിക്കുക, ഒരേ പോലുള്ള അങ്ങനെയുള്ള ഒരുപാട് ഇഷ്ടിക കല്ലുകൾ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബിൽഡിങ്ങോ ഒരു ചതുരമോ സംതിങ് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നിങ്ങൾ ഈ യൂണിറ്റ് സെല്ലിനെ നോക്കാം. ഈ യൂണിറ്റ് സെൽ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ക്യൂബിക് ആയിട്ടുള്ള ലാറ്റിസ് ആണ്. ആ ക്യൂബിക് ആയിട്ടുള്ള ലാറ്റിസിന്റെ കേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എ ബി സി എന്ന് പറയുന്ന ഡിഫറെന്റ് പോയിന്റ്സ് കാണാം. എ റെപ്രസെന്റ് ചെയ്യുന്ന എക്സ് ഡയറക്ഷനിലുള്ള ഈ ഒരു ക്യൂബിന്റെ ലെങ്തിനെയാണ് എ റെപ്രസെന്റ് ചെയ്യുന്നത്. ബി എന്ന് പറയുന്നത് വൈ ഡയറക്ഷനിലുള്ള അതിന്റെ ലെങ്ത് ആണ്. ആൻഡ് സി എന്ന് പറയുന്നത് അതിന്റെ സെഡ് ഡയറക്ഷനിലുള്ള അതിന്റെ ഈ ക്യൂബിന്റെ ലെങ്ത് ആണ്, അല്ലെങ്കിൽ ക്യൂബിന്റെ ഡയമെൻഷൻ ആണ് എന്ത് ചെയ്യുന്നത്, അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ആൽഫ, ബീറ്റ, ഗാമ എന്ന് പറയുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ആംഗിൾസ് നിങ്ങൾ കാണാൻ പറ്റും. ആൽഫ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് സി, ആൻഡ് ബീറ്റ എന്ന് പറയുന്നത് എ എൻ സോറി ആൽഫ എന്ന് പറഞ്ഞ ബി എൻ സി, ആൻഡ് ബീറ്റ എന്ന് പറഞ്ഞ സി എൻ എ, ആൻഡ് ഗാമ എന്ന് പറഞ്ഞ എയും ബിയും തമ്മിലുള്ള ആംഗിളുകളാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു യൂണിറ്റ് സെല്ലുകൾ, നമുക്കൊരു യൂണിറ്റ് സെല്ലിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് അറിയാമെങ്കിൽ ആ യൂണിറ്റ് സെല്ലിന്റെ പ്രോപ്പർട്ടീസ് ആയിരിക്കും എന്ത് ചെയ്യുക, എൻറ്റയർ ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, എൻറ്റയർ ക്രിസ്റ്റൽ സ്ട്രക്ചറിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു വോളിയം ഓഫ് എ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് വി നോർമലി കാൽക്കുലേറ്റ് ബൈ V is equal to A dot B cross C എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, വോളിയം ഓഫ് എ യൂണിറ്റ് സെല്ല് നമ്മൾ കാണാം. ഇവിടെ നമുക്ക് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം എന്ന് പറയുന്നത് വിച്ച് ഇസ് കോൾഡ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറയുന്ന ഒരു ടേം വരുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ്. നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ മീൻസ്, നിങ്ങൾ ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് പരിഗണിക്കുക. സപ്പോസ് യു ആർ ഹാവിങ് എ ക്രിസ്റ്റൽ ലാറ്റിസ്. ആ ക്രിസ്റ്റൽ ലാറ്റിസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അത് ഒരു ലാറ്റിസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരുപാട് ആറ്റത്തിന് നമ്മൾ എന്ത് ചെയ്താണ്, പ്ലേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ക്രിസ്റ്റൽ ലാറ്റിസിലെ ഒരു യൂണിറ്റ് സെല്ല് നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ ആ യൂണിറ്റ് സെല്ലിലുള്ള ഒരു പെർട്ടിക്കുലർ ആറ്റം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എഫക്റ്റീവ് നമ്പർ ഓഫ് ലാറ്റിസ് പോയിന്റ് ഇൻ ദ സെൽ എന്ന് പറയുന്നത് 1 ആണ്. അല്ലെങ്കിൽ എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റം ദാറ്റ് കോൺട്രിബ്യൂട്ടിംഗ് ടു എ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗർ കാണാൻ പറ്റും. ആ ഫിഗറിൽ കാണുന്ന പോലെ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്താണ്, ഇവിടെ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സിന് നമ്മൾ എന്ത് ചെയ്യുക, സപ്പോസ് ഈ പോയിന്റ്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ആറ്റംസ് ആണെന്ന് വിചാരിക്കാം. സോ ഞാനിവിടെ ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ട്. ആ സ്ക്വയറിന്റെ 4 മൂലക്കലുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ആറ്റംസിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ ആറ്റവും അതിന്റെ 1/4 പോർഷൻ ആണ് എന്ത് ചെയ്യുക, ഈ ഒരു യൂണിറ്റ് സെല്ലിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുക. അപ്പൊ 4 × 1/4 ഒരു പെർട്ടിക്കുലർ ഒരു സിംഗിൾ ആറ്റമാണ് ടോട്ടലി ഒരു യൂണിറ്റ് സെല്ലിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് ദാറ്റ് ഈസ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ അത്തരം യൂണിറ്റ് സെല്ലിനെ വിളിക്കുന്ന പേരാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റം, ഇവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടെ 4 ആറ്റംസ് കോർണറിലുണ്ട്. പക്ഷെ ഇൻ അഡീഷൻ ടു ദാറ്റ് ദർ ഇസ് ആൻ ആറ്റം ഇൻ ദ സെന്റർ. ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് ആറ്റം ദാറ്റ് ഈസ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ യൂണിറ്റ് സെല്ല്. യൂണിറ്റ് സെല്ലിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് 5 ആണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് 5 ആണ്. എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റം എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഇസ് 2 ആണ് ഹിയർ. കാരണം ഈ 4 കോർണറിലുള്ള ആറ്റംസിന്റെ 1/4 പോർഷൻ, ഈ സെന്ററിലുള്ള ആറ്റത്തിന്റെ കംപ്ലീറ്റ് പോർഷൻ. സോ 1/4 × 4 + 1. സോ അതിന്റെ നമ്പർ ഓഫ് ആറ്റംസ് ദാറ്റ് ഈസ് കോൺട്രിബ്യൂട്ടിംഗ് എന്ന് പറയുന്നത് എന്താണ്, 2 ആണ്. ഓക്കെ, സോ അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ നോൺ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. സോ യൂണിറ്റ് സെല്ലിൽ 2 തരത്തിലുണ്ട്, പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലും നോൺ പ്രിമിറ്റീവ് ആയിട്ടുള്ള യൂണിറ്റ് സെല്ലും ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഈ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിന്റെ കാര്യം നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്.
സോ നമ്മൾ പ്രിമിറ്റീവ് വെക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ റെസിപ്രോക്കൽ ലാറ്റിസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ഭാഗമാണ്. സോ അതുകൊണ്ട് പ്രിമിറ്റീവ് ലാറ്റിസ് എന്താണ്, യൂണിറ്റ് സെൽ എന്താണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഒരു സിംഗിൾ ആറ്റം ആണ് ആ എൻറ്റയർ അതിലെ സിംഗിൾ മീൻസ് എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റം 1 ആണെങ്കിൽ അതാണ് പ്രിമിറ്റീവ്. എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റം മോർ ദാൻ 1 ആണെങ്കിൽ ദാറ്റ് ഈസ് നോൺ പ്രിമിറ്റീവ്. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോ. കാരണം ഇനി അങ്ങോട്ടുള്ള ഡിസ്കഷനിൽ ഈ കാര്യം നമ്മൾ അഗൈൻ പറയുന്ന ഒരു പോയിന്റ് ആയിരിക്കും. ഓക്കെ, ആൻഡ് അനദർ വിച്ച് ഇസ് കോൾഡ് വീഗ്നർ സീഡ് സെൽ എന്ന് പറഞ്ഞിട്ട് വി ഹാവ് എ സെൽ. ഓക്കെ, സോ ഈ പോയിന്റ് പറയാൻ കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ വീഗ്നർ സീഡ് സെൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ലാറ്റിസ് പോയിന്റ്സിനെ കണക്ട് ചെയ്തിട്ട് നമ്മളൊരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നതാണ് ബേസിക്കലി വീഗ്നർ സീഡ്സ് സെൽ എന്ന് പറയുന്നത്. ഓക്കെ, so it's basically, as you can see here, so which is connecting a given lattice point to all the nearby lattice point, and we also draw a normal to the midpoint. എങ്ങനെയാ അത് ഉണ്ടാവുക? So we'll see എങ്ങനെയാ അത് ഉണ്ടാവുക നോക്കാം. എങ്ങനെയാണ് ആ വീഗ്നർ സീഡ് സെൽ ഉണ്ടാവുക? ഓക്കെ, so ഒരു വീഗ്നർ സെൽസിന്റെ കേസിൽ we will be having like this. It's basically ഒരു സ്മോളസ്റ്റ് വോള്യൂം എൻക്ലോസ്ഡ് ബൈ ദാറ്റ് നോർമൽ വോള്യൂം. നോർമൽ എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിമിറ്റീവ് സെൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാം. സോ ഇറ്റ്സ് ബേസിക്കലി പ്രിമിറ്റീവ് സെല്ല് തന്നെയാണ്. സോ നമ്മൾ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്. സോ ഇറ്റ് ഈസ് ആക്ച്വലി ദ സ്മോളസ്റ്റ് വോള്യൂം എൻക്ലോസ്ഡ് ബൈ ദീസ് നോർമൽസ്. സോ വിച്ച് ഇസ് a primitive cell. ആ ഒരു സെല്ലിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വീഗ്നർ സീഡ്സ് സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് റെഡ് പോയിന്റ്സ് കാണാൻ പറ്റും. ആ റെഡ് പോയിന്റ്സിനെ നമ്മൾ പരസ്പരം കണക്ട് ചെയ്യുന്ന കുറെ ലൈൻസ് വരച്ചു. അതിന് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു നോർമൽ പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ നോർമൽസിന്റെ ഈ റീജിയൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രിമിറ്റീവ് സെൽ എന്ന് പറയുന്നത്. അത്തരത്തിൽ നമ്മൾ ഡ്രോ ചെയ്തെടുക്കുന്ന ഒരു ലൈനെയാണ് നമ്മൾ വീഗ്നർ സീഡ്സ് സെൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാം. ഓക്കെ, സോ യൂണിറ്റ് സെല്ല് പറഞ്ഞു, പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല് പറഞ്ഞു, നോൺ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല് പറഞ്ഞു. നൗ വീഗ്നർ സീഡ്സ് സെൽ. ഓക്കെ, സോ വീഗ്നർ സീഡ് സെല്ല് പറഞ്ഞു. ഇനി നമുക്ക് വി നോ ദാറ്റ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. സോ അതിന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഹാവിങ് ഡയമെൻഷൻ വൈസ്. ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എന്താ, 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ എന്ന് പറഞ്ഞിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഡയമെൻഷൻസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, സോ ഡയമെൻഷൻ വൈസ് നമ്മൾ എന്ത് ചെയ്യാണ്, മെൻഷൻ ചെയ്യാന്ന് വിചാരിക്കാം. സോ ഫോർ എക്സാമ്പിൾ 2 ഡയമെൻഷൻ. സോ വിൽ സ്റ്റാർട്ട് വിത്ത് 2 ഡയമെൻഷൻ. ഓക്കെ, സോ ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ലാറ്റിസ് പ്ലസ് ബേസിസ് ആണെന്ന് പറഞ്ഞു. ക്രിസ്റ്റൽ സ്ട്രക്ചർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ റിയാലിറ്റി നമുക്ക് കാണാൻ പറ്റും. ലാറ്റിസ് എന്ന് പറയുന്നത് ഇമാജിനറി സ്പേസിൽ ഡിഫറെന്റ് ആയിട്ടുള്ള പോയിന്റ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതാണ്. ബേസിസ് എന്ന് പറയുന്നത് ആ ഒരു പോയിന്റിൽ ഡിഫറെന്റ് ആറ്റംസിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ആണ് എന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഹോപ്പ് ദാറ്റ് പോയിന്റ് ഇസ് ക്ലിയർ. So now you can see a term which is called Bravais lattice. Okay, Bravais lattice എന്ന് പറയുന്ന ഒരു പോയിന്റിലോട്ട് വരാം. സോ Bravais lattice in 2 dimension അല്ലേ, 2 dimension. Bravais lattice എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു ലാറ്റിസ് ഉണ്ട്. ആ ലാറ്റിസ് എന്ന് പറയുന്നത് എന്താണ്, ഐഡന്റിക്കൽ സറൗണ്ടിങ്സ് ഉള്ള ലാറ്റിസ് ആണ്. എന്താ ഐഡന്റിക്കൽ സറൗണ്ടിങ് എന്ന് പറയുന്നത്, നിങ്ങളൊരു പോയിന്റ് വരക്കാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ഇത് വരച്ച് ഇത് എക്സാക്ട്ലി പ്രോപ്പർലി വരക്കുകയാണെങ്കിൽ എന്താണ്, ഒരു ഹെക്സഗണൽ സ്ട്രക്ചർ ആണ് ബേസിക്കലി അല്ലേ. ഓക്കെ, അതായത് ഈ ഒരു പെർട്ടിക്കുലർ സെന്റർ പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ള പോയിന്റ്സിനെ കണക്ട് ചെയ്യുമ്പോൾ എനിക്കൊരു ഹെക്സഗണൽ സ്ട്രക്ചർ ആണ് കിട്ടുന്നത്. ഇനി ഞാൻ അടുത്തൊരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്, ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് കൺസിഡർ ചെയ്യാണ്. ഈ പെർട്ടിക്കുലർ പോയിന്റിന് ഞാൻ എന്ത് ചെയ്യാണ്, ചുറ്റും ഇതേപോലെ ഒരു ഡയഗ്രാം വരക്കുകയാണെങ്കിൽ എഗെയിൻ എനിക്ക് കിട്ടുന്നത് എന്താണ്, ഒരു ഹെക്സഗണൽ തന്നെ ആയിരിക്കണം കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോ പോയിന്റും നമ്മൾ കൺസിഡർ ചെയ്യാണ്. ആ ഓരോ പോയിന്റിനും ചുറ്റുമുള്ളത് ഒരേ ഷേപ്പ് ആണ്, അല്ലെങ്കിൽ ഒരേ റെക്ടാങ്കുലർ ആണ്, അല്ലെങ്കിൽ സ്ക്വയർ ആണ്, ഹെക്സഗണൽ ആണ്. അത്തരത്തിലുള്ള ലാറ്റിസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രവൈസ് ലാറ്റിസ് എന്ന് പറയുന്നത്. വിച്ച് ഇസ് കോൾഡ്, നമുക്കൊരു ഐഡന്റിക്കൽ ആയിട്ടുള്ള സറൗണ്ടിങ്സ് ആണ് ഒരു ലാറ്റിസിന് ചുറ്റുമുള്ളതെങ്കിൽ അതിനെ വിളിക്കുന്നതാണ്
ബ്രവൈസ് ലാറ്റിസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓക്കെ. സോ യു ക്യാൻ ഹാവ് എ പോയിന്റ്. ആരാണ്? പൂജ പറഞ്ഞോ. സർ, ഈ ഹെക്സഗണൽ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇതിൽ ഈ വരയ്ക്കുന്ന ലൈൻസ് എല്ലാം ഫസ്റ്റ് കോർഡിനേഷനിലുള്ള പോയിന്റ്സുകൾ മാത്രമാണോ? എങ്ങനെ? ഈ വേഗ്നർ സെല്ലിൽ യൂണിറ്റ് സെല്ലില് ഇത് ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ, ഹെക്സഗണലിന്റെ കേസ് ഞാൻ ജസ്റ്റ് ഒരു ബ്രവൈസ് ലാറ്റിസിന്റെ കേസിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ, സോ പെർട്ടിക്കുലർലി ഇവിടെ നമ്മൾ ഹെക്സഗണലിന്റെ കേസ് എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ വരയ്ക്കുന്ന ഇപ്പം സ്ക്വയർ ആവട്ടെ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ആവട്ടെ, നിങ്ങൾ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ചുറ്റും നമ്മൾ നേരത്തെ കണ്ട പ്രിമിറ്റീവ് സെല്ലിന്റെ കേസിൽ അവിടെ നമുക്കൊരു സ്ക്വയർ ഷേപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു പെർട്ടിക്കുലർ പോയിന്റ് കൺസിഡർ ചെയ്യുന്നത് അതിന്റെ ചുറ്റും സ്ക്വയർ തന്നെയാണ് എല്ലാ കേസിലും നമുക്ക് കിട്ടുന്നതെങ്കിൽ അത്തരത്തിലുള്ള ലാറ്റിസിനെയാണ് നമ്മൾ ബ്രവൈസ് ലാറ്റിസ്. അല്ല, ഞാൻ ഹെക്സഗണലിന്റെ ഡീറ്റെയിൽസ് പോകാനല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ. ഇവിടെ നമുക്ക് ബേസിക്കലി 2 ഡയമെൻഷനിൽ നമുക്ക് കാണാൻ പറ്റും. 2 ഡയമെൻഷൻ നമ്മളെ മെയിൻ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അല്ല, എന്നാലും ഞാൻ പറയാണ്. 2 ഡയമെൻഷന്റെ കേസിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ സിസ്റ്റംസ് ആണ് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിലൊന്ന് സ്ക്വയർ ആണ്, രണ്ടാമത്തെ റെക്ടാങ്കുലർ പ്രിമിറ്റീവ് എന്ന് കാണാൻ പറ്റും, മൂന്നാമത്തത് റെക്ടാങ്കുലർ സെന്റേർഡ് ആണ്, ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് ആക്ച്വലി ഹെക്സഗണൽ ആൻഡ് വി ഹാവ് ഒബ്ലിക്. ഓക്കെ, സോ സ്ക്വയർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നമ്മൾ അതിന്റെ എ ബി എന്ന് പറയുന്ന 2 ഡയമെൻഷൻ 2 ഡയമെൻഷനിലാണല്ലോ. എ ആൻഡ് ബി എന്ന് പറയുന്ന 2 ഡയറക്ഷൻ എടുത്തു കഴിഞ്ഞാൽ രണ്ടിന്റെയും ലെങ്ത് സെയിം ആകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സ്ക്വയർ കിട്ടുന്നത്. സോ അതിന് ഇൻ ബിറ്റ്വീനുള്ള ആംഗിളിനെയാണ് നമ്മൾ ഗാമ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആകുമ്പോഴാണ് നമുക്ക് ഒരു സ്ക്വയർ ഫോം ചെയ്യുന്നത്. ഓക്കെ, അതൊരു ക്രിസ്റ്റൽ സിസ്റ്റം എന്ന് പറയുന്നത് സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ കേസിലുള്ള ബ്രവൈസ് ലാറ്റിസ് എന്ന് പറയുന്നത് എന്താണ്, സ്ക്വയർ തന്നെയാണ്. ഇനി റെക്ടാങ്കുലർ പ്രിമിറ്റീവിന്റെ കേസിൽ അതിന്റെ ബ്രവൈസ് ലാറ്റിസ് എന്ന് പറയുന്നത് എന്താണ്, റെക്ടാങ്കുലർ പ്രിമിറ്റീവ് തന്നെയാണ്. സോ റെക്ടാങ്കിൾ എങ്ങനെ ഉണ്ടാവുക, എ ആൻഡ് ബിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ബട്ട് ദ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, 90 ഡിഗ്രി ആയിട്ടുള്ള കേസിലാണ് നമുക്കൊരു റെക്ടാങ്കുലർ നമുക്ക് എന്ത് ചെയ്യാം, വരച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക, നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഇവിടെ ഇതിന് പ്രിമിറ്റീവ് എന്നാ വിളിച്ചത്. എന്തുകൊണ്ടാണ് പ്രിമിറ്റീവ് എന്ന് വിളിച്ചത്? കാരണം ഇതിന്റെ ആറ്റംസ് എന്ന് പറയുന്നത് ഇതിന്റെ കോർണേഴ്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ കോർണേഴ്സിലുള്ള ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ആറ്റം 1/4 മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. അങ്ങനെ 4 ആറ്റംസ് കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റം എന്ന് പറയുന്നത് 1 ആണ്. സോ ദാറ്റ് മീൻസ് അതൊരു പ്രിമിറ്റീവ് ആയിട്ടുള്ള യൂണിറ്റ് സെല്ലാണ്. യു സേ ടേക്ക് ദ നെക്സ്റ്റ് കേസ്, റെക്ടാങ്കുലർ സെന്റേർഡ്. സോ ഇവിടെ ഓരോ കോർണേഴ്സിലും നമുക്ക് ഓരോ ആറ്റം ഉണ്ട് എന്ന് വിചാരിക്കാം. ആൻഡ് വി ഓൾസോ ഹാവ് ആറ്റം ദാറ്റ് ഇസ് അറ്റ് ദ സെന്റർ ഓൾസോ. അതുകൊണ്ടാണ് നമ്മൾ റെക്ടാങ്കുലർ സെന്റേർഡ് എന്ന് പറയുന്നത്. ഇതൊരു നോൺ പ്രിമിറ്റീവ് ആയിട്ടുള്ള യൂണിറ്റ് സെല്ലിന് ഉദാഹരണമാണ് റെക്ടാങ്കുലർ സെന്റേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബേസിക് ക്രിസ്റ്റൽ സിസ്റ്റം എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ആണ്. അതിൽ തന്നെ 2 ഉണ്ട്, റെക്ടാങ്കുലർ പ്രിമിറ്റീവ് ഉണ്ട്, റെക്ടാങ്കുലർ സെന്റേർഡും ഉണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. ഒന്ന് പ്രിമിറ്റീവ് ആണ്, ഒന്ന് നോൺ പ്രിമിറ്റീവ് ആയിട്ടുള്ള യൂണിറ്റ് സെല്ലിന് ഉദാഹരണമാണ്. ആൻഡ് ഹെക്സഗണലിന്റെ കേസിൽ അതിന്റെ ബ്രവൈസ് ലാറ്റിസ് എന്ന് പറയുന്നത് ഹെക്സഗണൽ തന്നെയായിരിക്കും. ബിക്കോസ് എ ആൻഡ് ബി ആർ ഇറ്റ് വിൽ ബി സെയിം, ബട്ട് ദ ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആയിരിക്കും, രണ്ട് ആക്സിസും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത്. ആൻഡ് യു ക്യാൻ സി ഒബ്ലിക്. ഒബ്ലിക് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ആർബിട്രറി ആയിട്ടുള്ള ഷേപ്പാണ്, ഒരു ആർബിട്രറി ആയിട്ടുള്ള 2 ഡയമെൻഷണൽ ഷേപ്പാണ്. എ ആൻഡ് ബി എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ, ആൻഡ് ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് പറയുന്ന കേസിൽ വരുന്നതാണ് 2 ഡയമെൻഷണൽ ഒബ്ലിക്. ആൻഡ് യു ക്യാൻ ഓൾസോ സേ ദാറ്റ് ഈ ഒബ്ലിക് ആണ് ശരിക്കും അതിന്റെ ജനറൽ കേസ്. അതിന്റെ സ്പെഷ്യൽ കേസുകളായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ക്വയർ, റെക്ടാങ്കുലർ, ഹെക്സഗണൽ എന്നതിനെ പറയാം. ഓക്കെ, ഇതാണ് 2 ഡയമെൻഷനിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബ്രവൈസ് ലാറ്റിസ് എന്ന് പറഞ്ഞത്. ഇവിടെ ബ്രാവിയോസ് എഴുതിയിട്ടുള്ള ബ്രവൈസ് എന്നാണ് ഇറ്റ്സ് ആക്ച്വൽ ടേം എന്ന് പറയുന്നത്, ബ്രവൈസ്. ഓക്കെ, സോറി ഫോർ ദാറ്റ് മിസ്റ്റേക്ക്. എനിക്കത് കറക്റ്റ് ചെയ്യണമെന്നുണ്ട്, ഞാൻ പറഞ്ഞു പെന്നിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ബ്രവൈസ് ലാറ്റിസ് ആണ്. സോ നൗ നമ്മൾ ഈ ഡിഫറെന്റ് ആയിട്ടുള്ള കേസ് നമ്മൾ പഠിച്ച സ്ഥിതിക്ക് സോ വിൽ ഗോ ടു സംതിങ് എൽസ്. സോ നമുക്ക് 2 ഡയമെൻഷന്റെ കേസാണ് നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരുന്നത്. സോ വൈ നോട്ട് 3 ഡയമെൻഷൻ ഓൾസോ? ഓക്കെ, സോ ബിഫോർ ഗോയിങ് ടു 2 dimension, sorry 3 dimension, let me have something different now. So that is നമുക്ക് ഇവിടെ ഒരു ഡയമെൻഷൻ നമുക്ക് സ്പെസിഫൈ ചെയ്യണം എന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇഫ് യു വാണ്ട് ടു സേ സോറി നോട്ട് ഡയമെൻഷൻ, വെക്ടർ നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യണം. അതിന് നമ്മൾ ട്രാൻസ്ലേഷണൽ വെക്ടർ എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ ലാറ്റിസ് വെക്ടർ എന്ന് പറഞ്ഞ നൊട്ടേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക,
റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ നോർമലി ഒരു ക്രിസ്റ്റൽ ലാറ്റിസ്. ഓക്കെ, സോ ഈ ക്രിസ്റ്റൽ ലാറ്റിസിനെ നമ്മൾ മറ്റൊരു രീതിയിലും കൂടെ വിളിക്കും, ഡയറക്റ്റ് ലാറ്റിസ് എന്നാണ് വിളിക്കുക ബേസിക്കലി. സോ ഡയറക്റ്റ് ലാറ്റിസ് എന്ന് പറയുന്നത് നോർമൽ ആയിട്ട് നമ്മൾ കാണുന്ന റിയൽ ലാറ്റിസിന്റെ കേസാണ്. ആൻഡ് ദർ ഇസ് ഓൾസോ കോൾഡ് റെസിപ്രോക്കൽ ലാറ്റിസ്. സോ അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ബേസിക്കലി നമുക്ക് R is equal to NA1 plus MA2. A1 A2 എന്ന് പറയുന്നത് പ്രിമിറ്റീവ് ലാറ്റിസ് വെക്ടേഴ്സ് ആണ്. യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് A and B. A1 A2 എന്നുള്ളതിന് പകരം AB എന്ന് എടുക്കാം. M എന്ന് പറയുന്ന ഇൻറ്റീജർ നമ്പേഴ്സ് ആണ്. ഓക്കെ, M എന്ന് പറയുന്നത് ഇൻറ്റീജർ നമ്പേഴ്സ് ആണ്. ഓക്കെ, സോ R എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ട്രാൻസ്ലേഷണൽ വെക്ടർ ആണ്. നമ്മളൊരു വെക്ടറിലെ ഒരു അതിന്റെ ഡയറക്ഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി റെപ്രസെന്റ് ചെയ്യുന്നതാണ്. A എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ എഴുതിയ A1 എന്ന് പറയുന്നത് Aക്ക് ഇക്വലന്റ് ആണ്, A2 എന്ന് പറയുന്നത് Bക്ക് ഇക്വലന്റ് ആണ്. ഓക്കെ, ജസ്റ്റ് അതിന്റെ ട്രാൻസ്ലേഷൻ വെക്ടർ ഞാൻ ജസ്റ്റ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് നമ്മൾ ഉപയോഗിക്കും റെസിപ്രോക്കൽ ലാറ്റിസിന്റെ കേസ് ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഉപയോഗിക്കും. ജസ്റ്റ് ഈ കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. R is equal to NA1 plus MA2 എന്ന് പറയുന്ന എക്സ്പ്രഷൻ. Okay, so now let me move on to 3-dimensional ആയിട്ടുള്ള ബ്രൗവൈസ് ലാറ്റിസ്. 2-dimensionന്റെ കേസ് ആണ് നമ്മളിപ്പം പറഞ്ഞു വെച്ചത്. സോ ഇനി 3-dimensionന്റെ കേസിൽ യു ക്യാൻ ഹാവ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബ്രൗവൈസ് ലാറ്റിസുകളെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ലെറ്റ് മീ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് സംതിങ് ഓഫ് ദാറ്റ് കൈൻഡ്. ഓക്കെ, സി, സോ ഇതൊക്കെ നിങ്ങൾക്ക് പല ആൾക്കാരും ഓൾറെഡി കേട്ട് പരിചയിച്ച കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ഒരു ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ യു ഹാവ് ടു ബെയർ വിത്ത് ദാറ്റ്. ഓക്കെ, ഓക്കെ, സോ an important കേസ് നമ്മൾ മെയിൻലി നമ്മളെ ഡിസ്കഷൻ വരിക 3-dimensional കേസിലാണ്. സോ ദിസ് ആക്ച്വലി 3-dimensional ആയിട്ടുള്ള ബ്രൗവൈസ് ലാറ്റിസുകളാണ്, ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സുകളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. സോ യു ക്യാൻ സി ക്യൂബിക് ഉണ്ട്, ടെട്രഗണൽ ഉണ്ട്, ഓർത്തോറോംബിക് ഉണ്ട്, ഹെക്സഗണൽ ഉണ്ട്, മോണോക്ലിനിക് ഉണ്ട്, ട്രൈക്ലിനിക് ഉണ്ട് ആൻഡ് ട്രയഗണൽ. അങ്ങനെ 7 ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. 7 ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ്. ആ 7 ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സിന് 14 ബ്രൗവൈസ് ലാറ്റിസുകൾ അവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ആൻഡ് അവിടെ P എന്ന് പറയുന്നത് പ്രിമിറ്റീവ് ലാറ്റിസ് ആണ്. I എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് ബോഡി സെന്റേർഡ് ആണ്. F എന്ന് പറയുന്നത് ഫേസ് സെന്റേർഡ് ആയിട്ടുള്ളതിനെയാണ്. C എന്ന് പറയുന്നത് സൈഡ് സെന്റേർഡ് എന്നുള്ള രീതിയിലാണ്. ഈ PIFC എന്ന് പറയുന്ന റെപ്രസെന്റേഷൻ സാധാരണ ക്രിസ്റ്റലിന്റെ സിമ്മട്രി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്കഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് ആണ്. ഞാൻ അതിന്റെ ഡിസ്കഷനോട്ട് പോകുന്നില്ല തൽക്കാലം. ഓക്കെ, സോ നമുക്ക് ആദ്യം ക്യൂബിക്കിന്റെ കേസ് ഒന്ന് എടുക്കാം. ആ ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സിനെ നമുക്കൊന്ന് പരിചയപ്പെടണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ക്യൂബിക്കിന്റെ കേസ് ഒന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ക്യൂബിക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രിസ്റ്റൽ സ്ട്രക്ചർ ആണ്. കാരണം നമ്മുടെ ഡിസ്കഷനിൽ നമ്മൾ ബാക്കിയുള്ള സ്ട്രക്ചേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തില്ലെങ്കിൽ പോലും ഈ ക്യൂബിക്കുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസും ക്യൂബിക്കുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും നമുക്ക് സാധാരണ വലിയ തോതിൽ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞപ്പോൾ സയന്റിഫിക് ഓഫീസറിന്റെ കേസിൽ നമുക്ക് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിന്റെ കേസിൽ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു 10ഓളം ചോദ്യങ്ങൾ ആ ഭാഗത്തുനിന്ന് മാത്രമായിട്ട് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിന്റെ മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ലൈക്ക് 10 to 12 മാർക്സ് നോർമലി എന്ത് ചെയ്യുന്നുണ്ട്, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിന്റെ മാത്രം ഭാഗത്തുനിന്ന് ചോദിക്കാറുണ്ട്. സോ അതുകൊണ്ട് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷൻ ആണ് ഈ സെഷൻ എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, സോ കം ബാക്ക് ടു ക്യൂബിക്. സോ ക്യൂബിക്കിന്റെ കേസിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, A is equal to B is equal to C. I hope you can see that image. കാണാൻ പ്രയാസമില്ല എന്ന് വിചാരിക്കും. ഓക്കെ, A equal to B equal to C. സോ ABC എന്ന് പറയുന്നത് എന്താണ്, XYZ ഡയറക്ഷനിലുള്ള അതിന്റെ ലാറ്റിസ് ഡയമെൻഷൻ ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിനെ നമ്മൾ പറയാം ലാറ്റിസ് പാരാമീറ്റർ എന്ന് പറയും, ലാറ്റിസ് വെക്ടർ എന്ന് പറയും. ഓക്കെ, ലാറ്റിസ് പാരാമീറ്റർ എന്ന് പറയും ABC എന്ന് പറയുന്നതിന്. ആൻഡ് യു ക്യാൻ സി അവിടെ ഗാമ, ആൽഫ, ബീറ്റ, ഗാമ എന്ന് പറയുന്നതാണ് 90 ഡിഗ്രിയാണ്. ഒരു ക്യൂബിന്റെ കേസിൽ അത് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നതാണ് 90 ഡിഗ്രിയാണ്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇവിടെ P എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അതെന്താണ്, ഈ P എന്ന് പറയുന്നതിന് നമ്മൾ പറയാം സിമ്പിൾ ക്യൂബിക് എന്ന് പറയാം. കാരണം അത് പ്രിമിറ്റീവ് ആയിട്ടുള്ള യൂണിറ്റ് സെല്ലാണ് ക്യൂബിക്കിന്റെ. സോ യു ക്യാൻ സി അതിന്റെ ആറ്റംസ് എവിടെയൊക്കെയുള്ളത്, അതിന്റെ കോർണേഴ്സിൽ മാത്രമേ ആറ്റംസ് ഉള്ളൂ. സോ ഇതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം ദാറ്റ് ഈസ് കോൺട്രിബ്യൂട്ടിംഗ് എന്ന് പറയുന്നതാണ് 8 × 1/8 ആണ്. 8 × 1/8 ഒരു ആറ്റം
അതിൽ 1/8% ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഇതിന്റെ ഉള്ളിലോട്ട് എന്ത് ചെയ്യുന്നത്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ 8 × 1/8 എന്ന് പറയുന്നതാണ് ടോട്ടൽ എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റം എന്ന് പറയുന്നതാണ്, ദാറ്റ് ഇസ് 1 ആണ്. സോ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ ഓഫ് എ ക്യൂബിക് എന്ന് പറയുന്നത് സിമ്പിൾ ക്യൂബിക് ആണ്. ഇത് നമ്മൾ സിമ്പിൾ ക്യൂബിക് എന്നാണ് വിളിക്കുക. ഓക്കെ, സിമ്പിൾ ക്യൂബിക്. ആൻഡ് ദിസ് വൺ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് യു ക്യാൻ സി ഐ എന്ന് ഡിനോട്ട് ചെയ്തിട്ടുള്ളതാണ്. ഐ എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് BCC ആണ് അല്ലെ, ബോഡി സെന്റേർഡ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും BCC എന്ന് പറഞ്ഞിട്ട്, BCC. സോ ഇൻ ദ BCC എന്ന് പറഞ്ഞാൽ ബോഡി സെന്റേർഡ് ക്യൂബിക് എന്നാണ് നമ്മൾ അതിൽ പറയാം. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം കോർണേഴ്സിലൊക്കെ ആറ്റംസ് ഉണ്ട്, ആൻഡ് ദർ ഇസ് ഓൾസോ ആൻ ആറ്റം അറ്റ് ദ സെന്റർ ഓഫ് ദാറ്റ് ക്രിസ്റ്റൽ സ്ട്രക്ചർ. അതിനാണ് നമ്മൾ BCC എന്ന സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. സോ ഇതെന്താണ്, ഒരു നോൺ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ ആണ്. ഓക്കെ, സോ വാട്ട് അബൌട്ട് എഫ്? എഫ് എന്ന് പറഞ്ഞത് പ്രിമിറ്റീവ് ആണോ നോൺ പ്രിമിറ്റീവ് ആണോ? എഫ് എന്ന് പറഞ്ഞത് ഫേസ് സെന്റേർഡ് ക്യൂബിക് ആണ്, FCC എന്നാണ് നമ്മൾ അതിന് വിളിക്കുക. അത് പ്രിമിറ്റീവ് ആണോ നോൺ പ്രിമിറ്റീവ് ആണോ? ഇറ്റ്സ് എ നോൺ പ്രിമിറ്റീവ് ബിക്കോസ് അതിന്റെ കോർണേഴ്സിൽ മാത്രമല്ല ആറ്റുള്ളത്, അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫേസസ്, 6 ഫേസുകളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആറ്റംസ് ഉണ്ടാവും. സോ ഇറ്റ് വിൽ ബി കോൺട്രിബ്യൂട്ടിങ് 1/2 × 3, 1/2 × 6 പ്ലസ് 1 വിൽ ബി ദർ, ദാറ്റ് ഇസ് 4 ആയിരിക്കും അതിന്റെ എന്താണ് നമ്പർ ഓഫ് ആറ്റം ദാറ്റ് ഇസ് കോൺട്രിബ്യൂട്ടിങ് എന്ന് പറഞ്ഞത് 4 ആയിരിക്കും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ഓക്കെ, ആൻഡ് ടെട്രഗണലിന്റെ കേസിൽ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, A = B ആണ്, ബട്ട് B ≠ C. അത് മാത്രമേ അവിടെ ടെട്രഗണലിന്റെ കേസിലുള്ളൂ. ആൻഡ് ഓർത്തോറോംബിക്കിന്റെ കേസിൽ, ടെട്രഗണലിന്റെ കേസിൽ പ്രിമിറ്റീവ് ഉണ്ട്, ഒരു നോൺ പ്രിമിറ്റീവ് കേസും ഉണ്ട്. ഓക്കെ, ഓർത്തോറോംബിക്കിന്റെ കേസിൽ അങ്ങനെ 4 ബ്രവൈസ് ലാറ്റിസുകൾ കാണാൻ പറ്റും. പ്രിമിറ്റീവ് 1, ബോഡി സെന്റേർഡ്, ഫേസ് സെന്റേർഡ്, ക്യൂബിക്. ഓക്കെ, ഞാൻ ഓരോന്നിന്റെയും കാര്യങ്ങൾ കണ്ടീഷൻസ് നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല. ഈ A = B, ≠ C, ആൽഫ = ബീറ്റ = 90 എന്നൊക്കെ പറഞ്ഞാൽ ആ ക്യൂബിക്, ടെട്രഗണല്, ഓർത്തോറോംബിക്, മോണോക്ലിനിക് എന്ന് പറയുന്ന ഡിഫറെന്റ് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യാനുള്ള കണ്ടീഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ക്യൂബിക്കിന്റെ സമയത്തോടത്തോളം ഐഡന്റിക്കൽ സറൗണ്ടിങ്സ് വരുന്ന നമ്പർ ഓഫ് ബ്രവൈസ് ലാറ്റിസ് എന്ന് പറഞ്ഞ എത്രയാണ്, 3 എണ്ണമാണ്. സിമ്പിൾ ക്യൂബിക്, ബോഡി സെന്റേർഡ് ക്യൂബിക്, ഫേസ് സെന്റേർഡ് ക്യൂബിക്. ടെട്രഗണലിന്റെ കേസിൽ we only having one primitive and also one non primitive ആണ്. ഓർത്തോറോംബിക്കിന്റെ കേസിൽ 4 എണ്ണം ഉണ്ട്, മോണോക്ലിനിക്കിന്റെ കേസിൽ 2 എണ്ണം ഉണ്ട്. സോ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ 14 ബ്രവൈസ് ലാറ്റിസുകൾ, ഓക്കെ, 14 അത്തരത്തിലുള്ള ബ്രവൈസ് ലാറ്റിസുകൾ നമുക്ക് കാണാൻ പറ്റും. 7 ക്രിസ്റ്റൽ ക്ലാസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ കാണാൻ വേണ്ടി പറ്റും. ഇത് 3 ഡയമെൻഷനിലാണ്. ഓക്കെ, 3 ഡയമെൻഷന്റെ കേസിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്നതാണ് 7 ക്രിസ്റ്റൽ ക്ലാസസ്, 14 ബ്രവൈസ് ലാറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ചിലപ്പം ചില കേസിൽ അധികം കണ്ടിട്ടില്ല, ചിലപ്പോൾ നമുക്ക് ഡിഫറെന്റ് കണ്ടീഷൻസ് തന്നിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൽ ഏത് പെർട്ടിക്കുലർ സ്ട്രക്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് ഇത് എന്നുള്ളത് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, സോ ദർ ഇസ് എ പോസിബിലിറ്റി ദർ. പക്ഷെ സാധാരണ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാം എന്നുള്ളത് നമുക്ക് ഈ ഒരു പോയിന്റിൽ പറയാം ക്രിസ്റ്റൽ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, സോ ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സിന്റെ കേസാണ് പറഞ്ഞത്. സർ ഹെക്സാഗണലിന്റെ സ്ട്രക്ചർ 6 എഡ്ജസ് ആയിട്ടുള്ളതല്ലേ അവിടെ കൊടുത്തിരിക്കുന്ന ഫിഗറിൽ? ഹെക്സഗണലിന്റെ കേസിൽ ഹെക്സഗണലിന്റെ പ്രിമിറ്റീവ് സെല്ല് കൊടുത്തിരിക്കുന്നത് ശരിയാണോ? alpha = beta = 90 degree and gamma is equal to 120 degree. What you are maybe 2 സൈഡും ഹെക്സഗണൽ ഷേപ്പിലുള്ള ഫേസും അങ്ങനെയല്ലേ വരിക? അത് മേ ബി നിങ്ങൾ ഹണികോമ്പിന്റെ കേസിലായിരിക്കും പറയുന്നുണ്ടാവും എക്സാക്ട്ലി ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. മേ ബി ദിസ് ഐ ഹാവ് ടു വെരിഫൈ. ഐ തിങ്ക് ദിസ് ഇറ്റ് വിൽ കം. മേ ബി ഹണികോമ്പിന്റെ കേസിലുള്ള സ്ട്രക്ചർ വെച്ചിട്ടായിരിക്കും നിങ്ങൾ മേ ബി പറയുന്നുണ്ടാവുക. ലൈക്ക് ഗാമ 120 ആയതുകൊണ്ട് ഗാമ ഈസ് ഈക്വൽ ടു 120 ആണ് അതിന്റെ കേസിൽ നോർമലി വരാം. ഹെക്സാഗണൽ നോർമലി ഇറ്റ് ലുക്സ് ലൈക്ക് ദിസ്. ഓക്കെ,
എനിവേ ഞാൻ എൻഡ് ഓഫ് ദ സെഷൻ ഞാൻ ഒന്നുകൂടെ വെരിഫൈ ചെയ്ത് പറഞ്ഞു. ഓക്കെ, ഓക്കെ. ഐ ഷുഡ് നോട്ട് മേക്ക് എ കൺഫ്യൂഷൻ. ഓക്കെ, സോ ദിസ് ആർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കണ്ടീഷൻസ് ഒന്ന് നോക്കി വെക്കാം ഓരോ ഇതിന്റെ കേസിലും. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞത് ഡിഫറെന്റ് ആയിട്ടുള്ള ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സിന്റെ കേസ് ആണ് അല്ലെ. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് പറഞ്ഞു, അതിന്റെ പ്രൊവൈഡ്സ് ലാറ്റിസ് പറഞ്ഞു. സോ നമ്മുടെ സിലബസിൽ നമ്മൾ ഫസ്റ്റ് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു മില്ലർ ഇൻഡിസസ് എന്ന് പറയുന്ന ഒരു ടേം ആണ്. സോ മില്ലർ ഇൻഡിസസ് ബേസിക്കലി ഒരു ക്രിസ്റ്റലിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലെയിൻസിനെ, ക്രിസ്റ്റലിന്റെ ഉള്ളിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലെയിൻസിന്റെ ഓറിയന്റേഷനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ബേസിക്കലി മില്ലർ ഇൻഡിസസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മില്ലർ ഇൻഡിസസ് എന്ന് പറയുന്നത്. സോ ലെറ്റ് മീ ജസ്റ്റ് ടേക്ക് ആൻ എക്സാമ്പിൾ ആൻഡ് ടെൽ യു ഹിയർ. ഓക്കെ, സോ മില്ലർ ഇൻഡിസസ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് അതിലോട്ട് വരാം. ഓക്കെ, so Millar indices എന്ന് പറഞ്ഞാൽ Millers are basically defined to identify a crystal plane. Okay, so ഒരു ക്രിസ്റ്റൽ പ്ലെയിന്റെ ഓറിയന്റേഷനും ക്രിസ്റ്റൽ പ്ലെയിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മില്ലർ ഇൻഡിസസ് യൂസ് ചെയ്യുക. അതിന് സാധാരണ ഇൻഡിക്കേറ്റ് ചെയ്യുക HKL എന്ന് പറയുന്ന ടേം ഉപയോഗിച്ചിട്ടാണ്. ഒരു ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കോമ ഉണ്ടാവില്ല, HKL എന്ന് പറഞ്ഞത്. Okay, so these are actually Miller indices in 3-dimension case, HKL എന്ന് പറഞ്ഞു. ഓക്കെ, സോ ഇത് ബേസിക്കലി എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് റെസിപ്രോക്കൽ ഇന്റർസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ സാധാരണ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. സോ എന്താണ് ഇന്റർസെപ്റ്റ് എന്നുള്ള കാര്യത്തിലോട്ട് നമുക്ക് വരാം. സോ യു ക്യാൻ ടേക്ക് എൻ എക്സാമ്പിൾ ഹിയർ. ഓക്കെ, സോ യു ക്യാൻ ടേക്ക് എൻ എക്സാമ്പിൾ ഹിയർ. X is equal to 2a, X is equal to 2a. Okay, and Y is equal to 3b and Z is equal to C. So you can see that ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് x by a ആണ് ബേസിക്കലി. ഇത് x എന്ന് പറഞ്ഞതാണ് x by a, y by b, z by c. Z എന്ന് പറഞ്ഞ c ആണ്, y എന്ന് പറഞ്ഞ 3b ആണ്. So when you take that, you will be getting as എന്ത് കിട്ടും, 2 3 1 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. 2 3 1 എന്ന് കിട്ടും. ബിക്കോസ് എയും കട്ടാവും. ഈ എ ബി സി എന്ന് പറയുന്ന അവിടെ കോൺസ്റ്റന്റ് ആണ്, അത് ചേഞ്ച് ചെയ്യില്ല. ആകെ ചേഞ്ച് ചെയ്യുക ഇവിടെയുള്ള ഈ 2a, അതിന് നമ്മൾ ഇന്റർസെപ്റ്റ് എന്നാ പറയാം, ഇന്റർസെപ്റ്റ് എന്നാ പറയാം. സോ 2a അല്ലെങ്കിൽ 3b എന്ന് പറയുന്ന വാല്യൂ മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ. എയും ബിയും സി എന്ത് ചെയ്യില്ല, മാറില്ല. ഞാൻ പ്രോബ്ലം തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ x is equal to 2a, y is equal to 3b and z is equal to c. So when you take x by a, y by b, z by c, and that is 2 3 1 എന്ന് കിട്ടും. സോ നൗ ഈ 2 3 1 എന്ത് ചെയ്യാം, റെസിപ്രോക്കൽ എടുക്കുക, 1 by 2, 1 by 3, 1 by 1. ഓക്കെ, ആൻഡ് മൾട്ടിപ്ലൈ, അതിനെന്ത് ചെയ്യാൻ, LCM വെച്ചുകൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും മില്ലർ ഇൻഡിസസ് എന്ന് പറയുന്നത്. ഈ ഒരു x is equal to 2a, y is equal to 3b, z is equal to c എന്ന് പറയുന്ന ഇന്റർസെപ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മില്ലർ ഇൻഡിസസ് എന്ന് പറയുന്നത് 3 2 6 ആണ് എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി എന്താണ് ഈ 3 2 6 എന്നുള്ളത് നമുക്ക് കാണാം. സോ ആ ഡിസ്കഷനിലോട്ട് നമുക്ക് വരാം. സോ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്, എങ്ങനെയാണ് നമുക്കൊരു ഇന്റർസെപ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, പ്രൊവൈഡഡ് യു ആർ ഗിവൺ വിത്ത് ഇന്റർസെപ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് കറസ്പോണ്ടിങ് കേസിൽ നമുക്ക് മില്ലർ ഇൻഡിസസ് നമ്മൾ കാണുക എന്നുള്ളതാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ടേം, ഈ ഒരു റെപ്രസെന്റേഷൻ സാധാരണ വാലിഡ് ആയിട്ടുള്ളത് ക്യൂബിക്കിന്റെ കേസിലും ടെട്രഗണലിന്റെ കേസിലും ഓർത്തോറോംബിക്കിന്റെ കേസിലുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഇക്വേഷൻ നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, സോ മില്ലർ ഇൻഡിസസ്, നേരത്തെ ഞാൻ പറഞ്ഞു മില്ലർ ഇൻഡിസസ് എന്ന് പറഞ്ഞതാണ് ഒരു പെർട്ടിക്കുലർ പ്ലെയിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ആ പ്ലെയിൻ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സോ ഡോണ്ട് വറി. സോ നമ്മൾ മില്ലർ ഇൻഡിസസ് പല രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. പല രീതിയിൽ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള അർത്ഥങ്ങളാണ് നമ്മൾ സാധാരണ കൽപ്പിക്കാറുള്ളത്. ഓക്കെ, സോ യു ക്യാൻ സീ വൺ എക്സാമ്പിൾ ഹിയർ. മില്ലർ ഇൻഡിസസ് സാധാ ബ്രാക്കറ്റ് ആണെങ്കിൽ, നോർമൽ ബ്രാക്കറ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ മില്ലർ ഇൻഡിസസ് എന്ന് തന്നെയാണ് വിളിക്കുക. അതിന്റെ സ്ക്വയർ ബ്രാക്കറ്റ് ആണെങ്കിൽ വിച്ച് റെപ്രസെന്റ് ഡയറക്ഷൻ ഓഫ് ഇൻഡിസസ് ആണ്, ആ ഇൻഡിസസിന്റെ ഡയറക്ഷനെ സൂചിപ്പിക്കുന്നതാണ് HKL എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു കേളി ബ്രാക്കറ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ
അതിനെ നമ്മൾ ഫാമിലി ഓഫ് പ്ലെയിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് നമ്മൾ ഈ രീതിയിലുള്ള ബ്രാക്കറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ ഫാമിലി ഓഫ് ഡയറക്ഷൻ ഇൻഡിസസ് എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഈ ഫാമിലി ഓഫ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. നിങ്ങളൊരു 1 0 0 എന്ന് എടുക്കുക. h is equal to 1, k is equal to 0 and l is equal to 0. അതായത് 1 0 0 ഫാമിലി ഓഫ് പ്ലെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? സോ ഇറ്റ് ക്യാൻ ടേക്ക് ദ കോമ്പിനേഷൻ ഓഫ് 0 1 0 1 0 0 0 0 1. ഈ എല്ലാ കോമ്പിനേഷനും എന്ത് ചെയ്യും? അതിൽ വർക്ക്ഔട്ട് ആവും. ആ ഒരു ഫാമിലി ഓഫ് പ്ലെയിൻസിൽ വരുന്നതാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു കേസ്. ഓക്കെ, സോ ഫാമിലി ഓഫ് പ്ലെയിൻസ് ആണ് മില്ലർ ഇൻഡിസസിന്റെ കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഐ വിൽ ജസ്റ്റ് കം ടു ഫ്യൂ കപ്പിൾ ഓഫ് പ്രോബ്ലംസ് ആൻഡ് okay, and we say that normally ഈ പ്ലെയിൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ HKL വാല്യൂസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിന്റെ കേസിൽ നമുക്ക് രണ്ട് പ്ലെയിനുകൾ തമ്മിലുള്ള സ്പേസിംഗ് ഉണ്ടാവും. ഓക്കെ ഓക്കെ, രണ്ട് പ്ലെയിനുകൾ തമ്മിലുള്ള സ്പേസിംഗ് ഉണ്ടാവും. ആ സ്പേസിങ്ങിന് നമ്മൾ പറയാ ഇന്റർ പ്ലേനാർ സ്പേസിംഗ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറയാ. ഇന്റർ പ്ലേനാർ സ്പേസിംഗ്. സോ ഇറ്റ് ഇസ് ആക്ച്വലി ടു ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലെയിൻസ് തമ്മിലുള്ള സ്പേസിങ്ങിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്റർ പ്ലേനാർ സ്പേസിംഗ് എന്ന് പറയുന്നത്. ഓർത്തോറോംബിക് ടെട്രഗണലിന്റെ കേസിൽ that will be DHKL will be equal to 1 by root h square by a square plus k square by a square plus l square by c square. ഓക്കെ, അപ്പം ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി h square by a square plus k square by b square ആണ് വരേണ്ടത്. b square ആണ് വരേണ്ടത്. പകരം ഇവിടെ a എന്നാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് ഓർത്തോറോംബിക്കിന്റെ കേസിലും ടെട്രഗണലിന്റെ കേസിലും ബിയും എയും ഈക്വൽ ആണ്. സോ വി ക്യാൻ റെപ്രസെന്റ് h square by a square plus k square by a square plus l square by c square എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ക്യൂബിക്കിന്റെ കേസിൽ നമുക്കറിയാം, ക്യൂബിക്കിന്റെ കേസിൽ a ഈക്വൽ ടു b ഈക്വൽ ടു c ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യാം? യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് a by root h square plus k square l square എന്ന് എഴുതാം. ഹെക്സഗണലിന്റെ കേസിൽ DHKL എന്ന് പറയുന്നത് 4/3 h square plus hk plus k by a square plus l square by c square എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് ഇന്റർ പ്ലേനാർ സ്പേസിംഗിന്റെ കേസിൽ നമ്മൾ പറഞ്ഞതാണ് ഇന്റർ പ്ലേനാർ സ്പേസിംഗ്. സോ നമ്മൾ പ്ലെയിൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സോ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു പ്ലെയിനിനെ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണുന്നത് നന്നാവും. ഓക്കെ, സോ ഐ വിൽ ഹാവ് എ ഫിഗർ ഫോർ യു. ഓക്കെ, hope this will help. Okay, so ഈ ഒരു ഫിഗർ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും what is different plane means. എന്തെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ you can also tell me. Okay, so you can see here figure. Actually സ്ക്രീനിൽ ബോർഡ് എനിക്ക് കാണുന്നില്ല. എനിക്ക് സിഗ്നലില്ലാതെ എനിക്ക് നോക്കാണ്. എന്ത് പറ്റി? Are you talking here? ആബിദ് എവിടെയാണ് സംസാരിക്കുന്നത്? ബോർഡ് കാണുന്നില്ല. എനിക്ക് ഫിസിക്കലിന്റെ സിംബലില്ല മാത്രമേ കാണുന്നുള്ളൂ. ബോർഡ് കാണുന്നില്ല. അതെന്താ പ്രശ്നമാണ്? എല്ലാവർക്കും ഇഷ്യൂ ഉണ്ടോ? സ്ക്രീന് കാണുന്നില്ല നിങ്ങൾക്ക്? ആർക്കെങ്കിലും വേറെ ഇഷ്യൂസ് ഉണ്ടോ? ആബിദിന്റെ മാത്രം ഇഷ്യൂസ് ആണോ? ഒന്ന് റീജോയിൻ ചെയ്തോളൂ. ഓക്കെ, സോ വിൽ പ്രൊസീഡ്. നമ്മൾ പ്ലെയിൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലെയിൻസിനെ ജസ്റ്റ് റെപ്രസെന്റ് ചെയ്ത് കാണാൻ പറ്റും. ഇതൊരു ക്യൂബിക് സ്ട്രക്ചർ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ 0 0 1 0 0 1 എന്ന് പറഞ്ഞാൽ എന്താണ്? h is equal to 0, k is equal to 0 and l is equal to 1. ഓക്കെ, സോ യു ക്യാൻ സീ ഇവിടെ ഈ ഫിഗർ കണ്ടില്ലേ? ഇവിടെ ബ്ലൂ ഷെയ്ഡ് നിങ്ങൾ മാർക്ക് ചെയ്ത് കാണാൻ പറ്റും. ആ ബ്ലൂ ഷെയ്ഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ആക്സിസ് എവിടെയാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്? ഇന്റർസെക്ട് ചെയ്യുന്നത് z ആക്സിസിൽ മാത്രമാണ്. ഓക്കെ, ബാക്കിയുള്ള സൈഡിലോട്ട് എന്ത് ചെയ്യുന്നില്ല? എക്സിലോ വൈയിലോ അത് ഇന്റർസെക്ട് ചെയ്യുന്നില്ല. അപ്പൊ ആ സൈഡിലോട്ട് എന്താണ്?
അതിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിട്ടാണ് വരിക. ഓക്കെ, സോ അത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് 0, 0, 1 എന്ന് കിട്ടുന്നത്. നെക്സ്റ്റ് കേസ് നോക്കാം. 1, 0, 0 എന്നുള്ള കേസിൽ ഈ പ്ലെയിൻ ഇന്റർസെക്ട് ചെയ്യുന്നത് എവിടെയാണ്? എക്സ് ആക്സിസിൽ മാത്രമാണ്. സെഡു ആയിട്ട് ഒരു കണക്ഷനും ഇല്ല, വൈ ആയിട്ട് ഒരു കണക്ഷനും ഇല്ല. സോ ആ പ്ലെയിൻ എന്ന് പറയുന്നത് എന്താണ്? 1, 0, 0 പ്ലെയിൻ ആണ്. നെക്സ്റ്റ് വൺ 0, 1, 0 ആണ്, വൈ ആക്സിസിലാണ് കട്ട് ചെയ്യുന്നത്. അതാണ് നമ്മളെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ആ വൈ ആക്സിസിന്റെ പോയിന്റ് ആണ്. ഇനി 1, 0, 1 സ്വാഭാവികമായിട്ട് എവിടെ ആയിരിക്കും? എക്സിന്റെയും വൈ സെഡിന്റെയും പ്ലെയിനിൽ മാത്രമേ അത് എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ? ടച്ച് ചെയ്യുന്നുണ്ടാവുള്ളൂ. വൈ ആക്സിസിൽ എന്ത് ചെയ്യുന്നില്ല? അത് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടാവില്ല. ആൻഡ് 1, 1, 0 എന്തായിരിക്കും? യു ക്യാൻ ഓൾസോ സീ ദാറ്റ് 1, 1, 0 എന്ന് പറഞ്ഞാൽ എക്സിലും വൈയിലും ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് ഇന്റർസെക്ടിങ് വിത്ത് സെഡ്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ ഡിഫറെന്റ് പ്ലെയിനുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഈ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ആറ്റംസ് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ലെയറിനെയാണ് നമ്മൾ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആറ്റംസ് അറേഞ്ച്ഡ് ഇൻ എ ലെയർ ഓഫ് ആറ്റംസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു സിംഗിൾ പ്ലെയിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പ്ലെയിനിന്റെ ഓറിയന്റേഷൻ എങ്ങനെയായിരിക്കും? ഓക്കെ, ഈ കേസിലാണെങ്കിൽ എന്തായിരിക്കും? ഹൊറിസോണ്ടൽ, ഇവിടെ ആകുമ്പോൾ വെർട്ടിക്കൽ, അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ഓറിയന്റേഷൻ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടല്ലോ. ആ ഓറിയന്റേഷൻ പറയാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മില്ലർ ഇൻഡിസസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മില്ലർ ഇൻഡിസസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ മില്ലർ ഇൻഡിസസിന് ഓരോ പ്ലെയിനും എങ്ങനെയാണ് ഓറിയന്റ് ചെയ്തത് എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ്. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ പറ്റും. വൺ ബാർ എന്ന് പറഞ്ഞിട്ട് സാധനം കാണാൻ പറ്റും. ഇസ് ബേസിക്കലി -1 ആണ്. -1 എന്ന് പറഞ്ഞത് ഈ ഒരു പ്ലെയിനിന്റെ, ഇപ്പൊ ഇതാണ് 1 പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള 1, 0, 0 എന്ന് പറഞ്ഞ ഈ പ്ലെയിന്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സൈഡിലാണ് പ്ലെയിൻ ഉള്ളെങ്കിൽ അതിനാണ് നമ്മൾ -1 എന്ന് പറയാം. ആ -1 എന്ന് സാധനം നമ്മൾ റെപ്രസെന്റ് ചെയ്യാറില്ല, പകരം 1 ബാർ എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ 1, 1, 1 കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 3 ആക്സിസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പ്ലെയിനെയാണ് നമ്മൾ 1, 1, 1 എന്ന് പറയുന്ന HKL വാല്യൂ കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് മില്ലർ ഇൻഡിസസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. മില്ലർ ഇൻഡിസസ് ഈ രീതിയിലുള്ള ഡിഫറെന്റ് പ്ലെയിൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? കണക്ട് ചെയ്യുന്നത് കാണിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മില്ലർ ഇൻഡിസസ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് നൗ നമുക്കൊരു ഫിഗർ നമുക്ക് കാണാം. വിൽ സീ എ ഫിഗർ ഹിയർ അഗൈൻ. ഒന്ന് രണ്ട് കാര്യം കൂടെ സംസാരിച്ച് ഡിസ്കസ് ചെയ്തിട്ട് ഐ വിൽ ഗോ ടു സം പ്രോബ്ലംസ്, സോ ഡോണ്ട് വറി. ഓക്കെ, സോ ഇതൊരു സിമ്പിൾ ക്യൂബിക്, അതുപോലെ ഇവിടെ ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ക്യൂബിക്കിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. സെക്കൻഡ് ഫിഗർ BCC എന്ന് പറയുന്ന ബോഡി സെന്റേർഡ് ക്യൂബിക്കിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ആൻഡ് FCC ഓൾസോ യു ക്യാൻ സീ ഹിയർ, ഫേസ് സെന്റേർഡ് ക്യൂബിക്. സോ ഒരു ബോഡി സെന്റേർഡ് ക്യൂബിക്കില് അതിന്റെ രണ്ട് ആറ്റംസിന്റെ സെന്ററിൽ തമ്മിലുള്ള ഡിസ്റ്റൻസിന് നമ്മൾ A എന്നാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, രണ്ട് നൈബർഹുഡ് ആയിട്ടുള്ള ആറ്റംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് A എന്നുള്ളതാണ് 1, 0, 0 എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ പ്ലെയിനിൽ. ഇവിടെ നമ്മൾ 1, 1, 0 എന്ന് പറയുന്ന പ്ലെയിൻ ആണ് എടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് 1, 1, 0 എടുക്കാൻ കാരണം? ഇറ്റ് ഇസ് ഓൾസോ ക്രോസിംഗ് ദീസ് ബോഡി സെന്ററിലുള്ള ആറ്റത്തിനോട് എന്ത് ചെയ്യുന്നുണ്ട്? ക്രോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ രണ്ട് നൈബർഹുഡ് ആയിട്ടുള്ള ആറ്റംസിനെ നമുക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് ടോട്ടലി √3a ആണ് വരിക. ഇവിടെ നമുക്കൊരു A ഉണ്ടാവും, ഇവിടെ നമുക്ക് A ഉണ്ടാവും, and we'll have √3a. സോ വിൽ ബി ഹാവിങ് ഡിഫറെന്റ് ആയിട്ടുള്ള ആറ്റംസിനെ കണക്ട് ചെയ്യുന്ന കുറെ ടേംസ് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. ഞാനത് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇതൊരു ബോഡി സെന്റേർഡ് ക്യൂബിക്കിന്റെ കേസിൽ എങ്ങനെയാണ് ആ പ്ലെയിൻസിലെ ആറ്റംസ് എങ്ങനെയാണ് വരിക, ആ പ്ലെയിൻസിലെ ആറ്റംസിന്റെ ഓറിയന്റേഷൻ എങ്ങനെയാണ് വരിക എന്ന് കാണിക്കുന്ന മറ്റൊരു ഫിഗർ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ് മീ ഇത് വെച്ചിട്ട് ബേസിക്കലി ആ ഒരു ടേബിൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ആ ടേബിൾ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ 1 സെക്കൻഡ്. സോ ഈ ടേബിൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേബിൾ ആണ്. ഓക്കെ 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 hope you can see this table.
ഈ ടേബിൾ നോക്കാം. ഇവിടെ മെയിൻലി ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്. സിമ്പിൾ ക്യൂബിക് ഉണ്ട്, BCC ഉണ്ട്, FCC ഉണ്ട്, ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഉണ്ട്, NaCl ഉണ്ട്, സീഷ്യം ക്ലോറൈഡ് ഉണ്ട്, ഡയമണ്ട് ഉണ്ട്, സിങ്ക് ബ്ലെൻഡ് ഉണ്ട്. ഓക്കെ, ഓരോന്നിന്റെയും ലാറ്റിസ് പാരാമീറ്റർ അവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് റേഡിയസ് ഓഫ് ആറ്റം ആണ് അവിടെ R എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, and you can also see a term called coordination number. ഒരു പെർട്ടിക്കുലർ ആറ്റവുമായിട്ട് നൈബർഹുഡ് ആയിട്ടുള്ള നമ്പർ ഓഫ് ആറ്റംസിനെ നമ്മൾ പറയുന്നതാണ് കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ആറ്റത്തിന്റെ സറൗണ്ടിങ്സിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് നൈബർഹുഡ് ആറ്റംസിനെയാണ് നമ്മൾ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് അടുത്തൊരു ടേം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. ഈ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ലും എഫക്റ്റീവ് ഓഫ് നമ്പർ ഓഫ് ആറ്റം ദാറ്റ് ഇസ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സിമ്പിൾ ക്യൂബിക്കിന്റെ കേസിൽ എന്താണ് 1 ആണ്, BCCന്റെ കേസിൽ അത് 2 ആണ്, FCCന്റെ കേസിൽ അത് 4 ആണ്. ഓക്കെ, ആ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് 1, 2, 4 എന്നുള്ള രീതിയിലാണ് സിമ്പിൾ ക്യൂബിക്, BCC, FCC. ഇനി വേറൊരു ടേം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. എത്ര ക്ലോസ് ആയിട്ടാണ് ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സിലെ ആറ്റംസ് പാക്ക് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ബോണ്ടഡ് ആയിട്ടുള്ളത്, അവിടെ എത്ര ഗ്യാപ്പ് ഉണ്ട്, വാക്കൻസി ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് ബേസിക്കലി അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്ന ടേം ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ അതിന്റെ വളരെ ഡീറ്റെയിൽസിലോട്ടൊന്നും പോകുന്നില്ല. ഇവിടെ കുറെ വാല്യൂസ് ഉണ്ട്. ഈ വാല്യൂസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ്. ഓക്കെ, അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഓഫ് സിമ്പിൾ ക്യൂബിക് നമ്മൾ വളരെ ചെറിയ ക്ലാസ് പഠിക്കുന്നതാണ് 0.52, BCCന്റെ കേസിൽ 0.68, FCCന്റെ കേസിൽ 0.74, HCP ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിന്റെ കേസിലും 0.74. അപ്പൊ ഏറ്റവും നന്നായിട്ട് പാക്ഡ് ആയിട്ട് ആറ്റംസ് കറക്റ്റ്ലി എന്താണ് പാക്ഡ് ആയിട്ട് നിൽക്കുക. നിങ്ങൾക്ക് നേരത്തെ ഒരു ഫിഗർ ഉണ്ടല്ലേ, ആ ഫിഗറിൽ നോക്കിയാലും കാണാൻ പറ്റും കുറച്ചുകൂടെ ആറ്റംസ് കറക്റ്റ്ലി പാക്ഡ് ആയിട്ട് നിൽക്കുന്നത് എവിടെയാണ്, FCC എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സിന്റെ കേസിലാണ്. ഓക്കെ, അപ്പൊ അതിന്റെ പാക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, 74% എന്ന് പറയാം, 0.74 എന്നും പറയാം. ഓക്കെ, ഈ ടേബിള് ഈ ഒരു ഭാഗത്ത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ ഈ ഭാഗത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് കണ്ണോടിക്കുക, കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, ദെൻ യു ക്യാൻ ഓൾസോ സീ ഡിഫറെന്റ് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഡിഫറെന്റ് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ പറ്റും. ഓരോ സ്ട്രക്ചറിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സാമ്പിൾസ് നമ്മൾ അവിടെ ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇവിടെ പെർട്ടിക്കുലർലി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒന്ന് NaCl എന്ന് പറയുന്നത് ബേസിക്കലി FCC സ്ട്രക്ചർ ആണ്. ഓക്കെ, NaCl എന്ന് പറയുന്നത് ബേസിക്കലി FCC സ്ട്രക്ചർ ആണ്. 2 ലെയർ ഓഫ് FCC സ്ട്രക്ചർ ആണ് ബേസിക്കലി NaCl. നിങ്ങൾക്ക് അറിയാലോ അല്ലെ, ഉപ്പ്. ഓക്കെ, അതേപോലെയുള്ള സ്ട്രക്ചർ ആണ് ബേസിക്കലി സീഷ്യം ക്ലോറൈഡ് അല്ലെ, സീഷ്യം ക്ലോറൈഡ്. പക്ഷെ സീഷ്യം ക്ലോറൈഡിന് പ്രത്യേകത ഉണ്ട്, അത് പ്രോസസ് ചെയ്യുന്നത് സിമ്പിൾ ക്യൂബിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. ഓക്കെ, ആൻഡ് യു ക്യാൻ സി സീഷ്യം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ക്യൂബിക് ആണ്. ഡയമണ്ടിന്റെ കേസിൽ എന്താണ്, ഡയമണ്ട് എന്ന് പറയുന്നത് അഗൈൻ FCC ആണ് ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. ഇന്റർപെനിട്രേറ്റിംഗ് ആയിട്ടുള്ള FCC സ്ട്രക്ചേഴ്സ് തന്നെയാണ് ബേസിക്കലി ഡയമണ്ട് എന്ന് പറയുന്നത്. ആൻഡ് സിങ്ക് ബ്ലെൻഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് അഗൈൻ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് ആണ്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. അപ്പൊ ഓരോ കേസിലും ഈ ഡയമണ്ട് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചർ ആണ്. ഓക്കെ, ആ സ്ട്രക്ചർ പ്രോസസ് ചെയ്യുന്ന ഡിഫറെന്റ് മെറ്റീരിയൽസ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, BCC കേസ് പ്രോസസ് ചെയ്യുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കാണാൻ പറ്റുന്നത്. സോ ഈ ടേബിള് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ടേബിളിന്റെ കുറച്ചുകൂടെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു വേർഷൻ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ലെക്ചർ നോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആവും. ഓക്കെ, കുറച്ചുകൂടെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള വേർഷൻ ആണ്. കുറച്ചുകൂടെ ഡീറ്റെയിൽസ് അതിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇപ്പൊ നോർമലി ഈ പർട്ടിക്കുലർ ടേബിൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള എക്സാംസിന് നമുക്ക് ചോദിക്കാറുണ്ട്. മീൻസ് കുറച്ചുകൂടെ പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ടുള്ള കേസിലൊക്കെയാണ് ഇവിടെ ചോദിക്കാറുള്ളത്. ആൻഡ് ഹോപ്പ് യു ക്യാൻ സീ ദിസ് ടേബിൾ ആസ് വെൽ. ഓക്കെ,
സോ ഇവിടെ മെയിൻലി കവർ ചെയ്തിട്ടുള്ളത് again സിമ്പിൾ ക്യൂബിക്, BCC, FCC, HCP എന്ന കേസാണ്. അവിടെ ടൈപ്പ് ഓഫ് യൂണിറ്റ് സെൽ സിമ്പിൾ ക്യൂബിക് നമുക്കറിയാം പ്രിമിറ്റീവ് ആണ്, BCC നോൺ പ്രിമിറ്റീവ് ആണ്. നമ്പർ ഓഫ് ആറ്റം പെർ യൂണിറ്റ് സെൽ 1 ആണ്, 1/8 into 1 8. And ഇവിടെ 1/8 into 8 plus 1 that is 2, and it is 1/6 into 6 into 1/2 plus 1 that is 4 will come. Okay, അപ്പോൾ അങ്ങനെ പറഞ്ഞ നമ്പർ ഓഫ് ആറ്റംസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് വേറെ ഒരു കാര്യം പറ്റും, നമ്പർ ഓഫ് നിയറസ്റ്റ് നൈബേഴ്സ്, അതിനാണ് നമ്മൾ കോർഡിനേഷൻ നമ്പർ എന്ന് പറയാം. സോ ഓരോന്നിന്റെയും കോർഡിനേഷൻ നമ്പറിന്റെ വാല്യൂ അറിയാം. FCCന്റെ കേസിലാണ് ഏറ്റവും കൂടുതലുള്ളത് 12, BCC 8. ഈ വാല്യൂസ് ഒക്കെ അറിഞ്ഞിരിക്കണം. ഇനി ഇവിടെ വേറൊരു പോയിന്റ് ഉണ്ട്, നിയറസ്റ്റ് നൈബർ ഡിസ്റ്റൻസ്. നിയറസ്റ്റ് നൈബർ ഡിസ്റ്റൻസ് വളരെ നെക്സ്റ്റ് ആയിട്ടുള്ള 2 ആറ്റംസ് നമ്മുടെ ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. സോ അതെന്താണ്, A ആണ്. നിയറസ്റ്റ് നൈബർ ഡിസ്റ്റൻസ് A ആണ്. BCCന്റെ കേസിൽ അത് √3/2 A ആണ്. A എന്ന് പറഞ്ഞാൽ ലാറ്റിസ് പാരാമീറ്റർ A ആണ്. സിമ്പിൾ ക്യൂബിക്കിന്റെ കേസിൽ, BCCന്റെ കേസിൽ, FCCന്റെ കേസിൽ A = B = C ആണ്. എല്ലാ ഡയറക്ഷനിലും അതിന്റെ ലാറ്റിസ് പാരാമീറ്റർ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ആൻഡ് യു ക്യാൻ സീ അനദർ ടേം കോൾഡ് സെക്കൻഡ് നൈബർ ഡിസ്റ്റൻസ്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. പ്രോബ്ലംസിന്റെ കേസിലൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. സെക്കൻഡ് നിയറസ്റ്റ് നൈബർ ഡിസ്റ്റൻസ് √2A ആണ് സിമ്പിൾ ക്യൂബിക്കിന്റെ കേസിൽ, BCCന്റെ കേസിൽ A ആണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഈ ടേബിൾ നിങ്ങൾക്ക് അവിടെ തരുന്നുണ്ട്, നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഞാൻ ഇപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്താൻ പറ്റിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഈ ടേബിൾ ഒന്ന് റെഫർ ചെയ്യുക, അതിൽ പഠിച്ചു വെക്കുക എന്ന് പറയുന്നത് ഈ ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗത്തു നിന്നാണ് സാധാരണ ചോദ്യം വരാറുള്ളത്, പെർട്ടിക്കുലർലി ഈ ടേബിളിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, സോ ഇവിടെ ലാസ്റ്റ്ലി ഇവിടെ സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്പർ ഓഫ് ആറ്റം പെർ യൂണിറ്റ് സെൽ ഒന്ന് നോക്കാം. പാക്കിംഗ് ഫ്രാക്ഷൻ അഗൈൻ നമ്മൾ നേരത്തെ അവിടെ കണ്ടു, പാക്കിംഗ് ഫ്രാക്ഷന്റെ കേസ്. ആൻഡ് ഓൾസോ യു ക്യാൻ സീ ദ സെയിം എക്സാമ്പിൾസ് അഗൈൻ ലിസ്റ്റഡ് ഓവർ ഹിയർ. സിമ്പിൾ ക്യൂബിക്കിന്റെ കേസിൽ പൊളോണിയം ഇസ് എൻ എക്സാമ്പിൾ. ഓക്കെ, ഇപ്പൊ ഈ ഒരു ചാർട്ട് കോർഡിനേഷൻ നമ്പർ ഇമ്പോർട്ടൻ്റ്ലി, ആൻഡ് നിയറസ്റ്റ് നൈബർ ഡിസ്റ്റൻസ്, സെക്കൻഡ് നിയറസ്റ്റ് നൈബർ ഡിസ്റ്റൻസ്, നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ല്, പാക്കിംഗ് ഫ്രാക്ഷൻ. ഓക്കെ, ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. എക്സാമ്പിൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. എസ്പെഷ്യലി സീഷ്യം ക്ലോറൈഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ പല രീതിയിൽ മുമ്പ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഐ തിങ്ക് വിത്ത് ദാറ്റ് ഡിസ്കഷൻ ഐ തിങ്ക് നമുക്ക് ഈ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സിന്റെ തിയറീസും അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻട്രൊഡക്ഷൻസിന്റെ ഭാഗം തൽക്കാലം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യേണ്ടത്. ബിഫോർ ഗോയിങ് ടു ദാറ്റ് ലെറ്റ് മീ ഹാവ് വൺ മോർ കാര്യം. ഇക്വേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കാം. ഇങ്ങനത്തെ പ്രോബ്ലംസ് സാധാരണ ഇതുവരെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര പ്രോബ്ലംസ് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല, പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ടൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇറ്റ്സ് ബേസിക്കലി റിലേഷൻ ബിറ്റ്വീൻ നമ്പർ ഡെൻസിറ്റി ആൻഡ് മാസ് ഡെൻസിറ്റി. ഓക്കെ, ഇവിടെ ρn എന്ന് പറയുന്ന ബേസിക്കലി മാസ് ഡെൻസിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് A എന്ന് പറയുന്നത് ലാറ്റിസ് പാരാമീറ്റർ ആണ്, Ma എന്ന് പറയുന്ന അറ്റോമിക് മാസ് ആണ്. ഓക്കെ, സോ യു ക്യാൻ സീ ദിസ് നമ്പർ, സോറി ρn എന്ന് പറയുന്ന നമ്പർ ഡെൻസിറ്റി, ρm എന്ന് പറയുന്നത് മാസ് ഡെൻസിറ്റി. സോ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ടേബിൾ നിങ്ങളെ മുന്നിൽ കുറച്ച് നേരം വെക്കുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശത്തിലേ ഉള്ളൂ, നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ടേബിൾ വെക്കുന്നത്. സോ ഐ ഹോപ്പ് ഐ വിൽ ഫിനിഷ് ബൈ 8:30. 8:30 ഫിനിഷ് ചെയ്യാം, കുറച്ച് നമ്മൾ ലാഗ് ആയില്ലേ. ഓക്കെ, ഓക്കെ. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞല്ലോ അല്ലേ. നിങ്ങളുടെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ചാറ്റ് ബോക്സിൽ നേരത്തെ ഷെയർ ചെയ്ത പോലെ ചാറ്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യുക. സോ ഹിയർ ഓൺവേഴ്സ് ഐ ഹോപ്പ് യു വിൽ ബി മോർ ഇന്ററാക്റ്റീവ്. So the lattice parameter നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഐ വിൽ ഗിവ് an option, you can take a screenshot of, നിങ്ങൾ മൊബൈൽ ഫോണിലാണ് കാണുന്നതെങ്കിൽ you can take a screenshot of this so that you can helpful for that further. Okay,
Okay, hope I can go. So then answer the one. So I have posted something here. എന്താണ് ഇതിന്റെ ആൻസർ? Lattice parameter for a BCC crystal is A. What is the nearest neighbor distance എന്നുള്ളതാണ് ചോദ്യം. I think you're chatting. Yeah, in this case I will see. Okay, so the answer is option B. Okay, option B ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. കുറച്ച് വരകളൊക്കെ കാണും കേട്ടോ അതിന്റെ. ഞാൻ പറഞ്ഞില്ല പെന്നിന്റെ ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, സോറി. ഓക്കെ, സോ ദ ലാറ്റിസ് പാരാമീറ്റർ ഓഫ് BCC ക്രിസ്റ്റൽ എന്ന് പറയുന്നത് √3a/2 ആണ്. നിങ്ങൾക്ക് ആ ടേബിളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, the Miller indices of a plane parallel to ZY plane is the Miller indices of a plane that is parallel to ZY plane. ZY plane parallel ആയിട്ടുള്ള മില്ലർ ഇൻഡിസസ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. Second, you can say ABC. Okay, so that will be good. So why second? എന്തുകൊണ്ട് സെക്കൻഡ്? ബിക്കോസ് ZY പ്ലെയിൻ പാരലൽ എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്താണ്, സെഡിലും വൈയിലും ഇന്റർസെക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പൊ ഇന്റർസെക്ട് ചെയ്യുന്നതാണ് എക്സിൽ മാത്രമേ ഇന്റർസെക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ദാറ്റ് മീൻസ്, സോ അതാണ് ഇന്റർസെക്ട് ചെയ്യുന്നില്ല മീൻസ് എന്താണ്, അതിന് പാരലൽ ആണെന്നാണ് അർത്ഥം. സോ യു ക്യാൻ സീ ദാറ്റ് ദ ഓപ്ഷൻ വിൽ ബി എന്തായിരിക്കും, ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ആ പെന്നിന്റെ അത് നിങ്ങൾ ഇഗ്നോർ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ZY പ്ലെയിന് പാരലൽ ആയിട്ട് വരുന്ന കേസ്. ഓക്കെ, so now, to which of the following crystal system a unit cell with A equal to B equal to 5.2 angstrom, C equal to 9.4 angstrom, alpha is equal to beta is equal to 90 degree and gamma is equal to 120 degree. So ഇത് ഏത് ക്രിസ്റ്റൽ സ്ട്രക്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്? ഓക്കെ, ഡെഫിനറ്റ്ലി എന്താണ് ഓപ്ഷൻ. ഓക്കെ, all of you can answer that. ഏതാ? സോ ഡെഫിനറ്റ്ലി എന്താണ് ഓപ്ഷൻ ബി ആണ് അതിന്റെ റൈറ്റ് ആയിട്ട് ആൻസർ വരാം. സോ ഓപ്ഷൻ ബി. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യു ക്യാൻ സി, ഫോർ എ ഗിവൺ യൂണിറ്റ് സെൽ ഓഫ് എ 2-dimensional സ്ക്വയർ ലാറ്റിസ് വിച്ച് ഓപ്ഷൻ ലിസ്റ്റസ് ഓൾ ദ പ്രിമിറ്റീവ് സെൽസ്. പ്രിമിറ്റീവ് സെൽസിനെ ലിസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. വിച്ച് ഓപ്ഷൻ ലിസ്റ്റഡ് ദ പ്രിമിറ്റീവ് സെല്ലിനെ ലിസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഏതാണ്? It is option പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലുകളാണ്. ഏതൊക്കെയാണ് പ്രിമിറ്റീവ് സെല്ലുകൾ വരുന്നത്? So you can say basically a 2-dimensional square lattice ആണ് ബേസിക്കലി വരുന്നത്. സോ 2-dimensional square lattice പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറയുമ്പോൾ it will be 1 and 2. So option A will come the answer.
ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ബിക്കോസ് അതർ കേസിൽ എന്താണ് സ്ക്വയർ ലാറ്റിസ് അല്ല, 5 എന്ന് പറഞ്ഞ സ്ക്വയർ ലാറ്റിസ് അല്ല, ആൻഡ് 3 എന്ന് പറയുന്നത് നോൺ പ്രിമിറ്റീവ് ആണ്, 4 എന്ന് പറയുന്നത് നോൺ പ്രിമിറ്റീവ് ആണ്, ആൻഡ് 2 എന്ന് പറയുന്നത് യു ക്യാൻ സേ ബിക്കോസ് ഓൾ ദ ഡയമെൻഷൻസ് ആർ സെയിം ആൻഡ് യു ക്യാൻ സേ സ്ക്വയർ ലാറ്റിസ് തന്നെയാണ് എന്ത് ചെയ്യുന്നത് 2 എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ആണ് അതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വന്നത്. സോ ദിസ് കൈൻഡ് ഓഫ് ദ പ്രോബ്ലം യു ക്യാൻ എക്സ്പെക്ട്. ആൻഡ് ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യം സയന്റിഫിക് ഓഫീസർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, what is the packing fraction of a simple cubic lattice? What is the packing fraction of a simple cubic lattice? Okay. Okay. So you have a okay, that I'll share you later. Okay. So the next question, yeah. Okay. So what is the answer of this one? So definitely ഇതിന്റെ കേസിൽ എന്താണ് ഡി ആണ് ആൻസർ അല്ലേ, നമ്മൾ പറഞ്ഞു 0.52 ആണ് ആൻസർ. So that's for sure. So let me have next question here on screen. The nearest neighbor distance in the case of a FCC structure. The nearest neighbor distance in the case of a FCC structure with the lattice parameter A is. So it definitely എന്താണ് ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, നൗ ഈ ഭാഗം നിങ്ങൾ ചെറുതായിട്ടൊന്ന് ആലോചിക്കേണ്ടി വരും, ഇപ്പൊ പെട്ടെന്ന് ആൻസർ പറഞ്ഞല്ലേ. So now you can just give me an answer for this question. So what will be the Miller indices of a what is the Miller indices of a plane in a crystal lattice which make a intercept of 3, 1, 2 respectively on the xy and z axis? What will be the Miller indices of? So how do you get A? എങ്ങനെ A എന്ന് കിട്ടുന്നത്? സജ്ജന MS എങ്ങനെ A എന്ന് കിട്ടിയത്? എങ്ങനെ A എന്ന് കിട്ടിയത് സജ്ജന? റെസിപ്രോക്കൽ എടുത്തിട്ട് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. റെസിപ്രോക്കൽ എടുത്തു, LCM വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. 6 into 1/3, then 6 6 into by 1, 6 by 2. 6/2. So it will be 263. Right? Yeah, sir. Yeah. So it's basically ഈ equation ആണുള്ള ഞങ്ങൾ ഏതുമോ സോറി ഓക്കെ h by a or a by a എന്നുള്ള ടേം ഉണ്ടാവും. So okay, I will write down later on. Okay, so it's not to make it clumsy. Okay, so let me have one more question here. നേരത്തെ പറഞ്ഞു ഇന്റർസെപ്റ്റ് ബൈ എ എടുക്കുക എന്നിട്ട് അതിന്റെ റെസിപ്രോക്കൽ എടുക്കുക, റെസിപ്രോക്കലിന്റെ നമ്മൾ അതിന്റെ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന റൂളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ
Okay. So we'll have one more question. So ഇതൊന്ന് ചെയ്ത് നോക്കിയേ. I think this need much more time. Okay. A simple cubic crystal crystal with the lattice parameter AC undergoes a transition into tetragonal structure with lattice parameter AT BT is equal to 2AC. ഇത്തരത്തെ ക്വസ്റ്റ്യനുള്ള സയന്റിഫിക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നൊന്നും പറയുന്നില്ല, പക്ഷേ ആ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദ്യം ഇവിടെ വെച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ചോദ്യം പർട്ടിക്കുലർലി ഓക്കെ, ഇത് കുറച്ച് ന്യൂമറിക്കൽ ആവശ്യമായിട്ടുള്ള സമയം ആവശ്യമുള്ള പ്രോബ്ലം ആണ്. ജസ്റ്റ് ഒന്ന് നമ്മളിന്ന് യൂസ് ചെയ്തിട്ടുള്ള പർട്ടിക്കുലർ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിനൊന്ന് സോൾവ് ചെയ്യാൻ പറ്റുമോ? സോ എങ്ങനെ കാണാം, ഇവിടെ ബേസിക്കലി രണ്ട് കേസാണ് ചോദിച്ചിട്ടുള്ളത്. ക്യൂബിക്കിന്റെയും ടെട്രഗണലിന്റെയും തമ്മിലുള്ള ഇന്റർപ്ലാനാർ സ്പേസിങ് കാണണം. ആ ഇന്റർപ്ലാനാർ സ്പേസിങ്ങിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എന്ത് വാല്യൂ ആണ് കിട്ടുക എന്നുള്ളതാണ് ചോദ്യം. സോ അതിൽ നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ലാറ്റിസ് പാരാമീറ്റർ AC ആണ്. അതെന്ത് ചെയ്യുന്നുണ്ട്, ക്യൂബിക്കിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ടെട്രഗണലിലോട്ട് മാറുന്നുണ്ട്. ടെട്രഗണലിന്റെ ലാറ്റിസ് പാരാമീറ്റർ എന്ന് പറയുന്നത് AT = BT = √AC ആണ്. AC എന്ന് പറഞ്ഞാൽ ക്യൂബിക്കിന്റെ ലാറ്റിസ് പാരാമീറ്റർ ആണ്. അതിൽ അതിന്റെ CT എന്ന് പറയുന്നത് എന്താണ്, 2AC ആണ്. CT എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഇസ് ആക്ച്വലി റെപ്രസെന്റിങ് ഒരു ടെട്രഗണലിന്റെ കേസിൽ അതിന്റെ C എന്ന് പറയുന്നതും AB എന്ന് പറയുന്നതായിരിക്കില്ല, ഈക്വൽ ആയിരിക്കില്ല എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, സോ യു ക്യാൻ ഗെറ്റ് എൻ ആൻസർ ഫോർ ദിസ് വൺ. എങ്ങനെയാണ് ഇതിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ആൻസർ പറഞ്ഞാൽ വിൽ പ്രൊസീഡ്. So this is normally we do like this. Okay, so we have DC means interplanar spacing for cubic case, that is A by √h² k² plus L² ആണ്. And you will be getting A എന്ന് പറയുന്നതാണ് AC ആണ്. So you will be getting HK ന്റെ വാല്യൂ നമുക്കറിയാം 101 ആണ്. So if you put that, you will be getting AC by √2 എന്ന് കിട്ടും. ഓക്കെ, ആൻഡ് ടെട്രഗണലിന്റെ കേസിൽ നമുക്കറിയാം A = B ആണ്, ബട്ട് നോട്ട് ഈക്വൽ ടു C ആണ്. ആൻഡ് DT ഇന്റർപ്ലാനാർ സ്പേസിംഗ് ഫോർ ടെട്രഗണൽ എന്ന് പറയുന്നതാണ് A by √h² plus k² by A² plus L by C² will come. Okay, so this equation basically ഈ A ഉണ്ടാവില്ല, എന്ന് പറയുന്നത് ഈ A² ന്യൂമറേറ്ററിലോട്ട് വരുമ്പോഴാണ്. So it's to be corrected. Okay, normally here will be having 1. Okay, will be having 1 there. Okay, so you'll be having 2AC by √3 എന്ന് കിട്ടും. Once you put that, you will be getting the answer as √3 by 2. That is option C ആണ് അതിന്റെ റൈറ്റ് ആൻസർ കിട്ടുക. സോ ഇവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് മാത്രം നോട്ട് ചെയ്യുക. ദാറ്റ് ഈസ്, ഒന്ന് നമ്മൾ യൂസ് ചെയ്ത ഇന്റർപ്ലാനാർ സ്പേസിംഗിന്റെ ഇക്വേഷൻ ഫോർ ക്യൂബിക് ആണ്, ഒന്ന് ഇന്റർപ്ലാനാർ സ്പേസിംഗ് ഫോർ ടെട്രഗണലിന്റെ ഇക്വേഷൻ ആണ്. ടെട്രഗണലിന്റെ കേസിലുള്ള ആകെ ഡിഫറൻസ് പറഞ്ഞാൽ A = B ആണ്, പക്ഷെ നോട്ട് ഈക്വൽ ടു C ആണ്. ഓക്കെ, സോ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിന് മുമ്പ് ഗേറ്റിന് ചോദിച്ചിട്ടുള്ള പ്രോബ്ലം ആണ്, ജസ്റ്റ് ഞാനൊന്ന് നിങ്ങളെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് തന്നിട്ടുള്ളതാണ്. ഓക്കെ, സോ നൗ ലെറ്റ് മീ ഹാവ് എ പ്രോബ്ലം ദാറ്റ് യു ക്യാൻ ഡു ഹോംവർക്ക്. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കാവുന്ന 1-2 പ്രോബ്ലംസ് ഞാൻ തരാം. ഓക്കെ, സോ ഇൻ ബിറ്റ്വീൻ വിൽ ഓൾസോ വിസിറ്റ് സംതിങ് എൽസ്. ഓക്കെ, 1 second. So this is one problem you can do for homework. One more I will give. ഫിഗർ വെച്ചുള്ള ചോദ്യങ്ങളൊന്നും സാധാരണ കാണാറില്ല, എന്നിരുന്നാലും അണ്ടർസ്റ്റാൻഡിങ്ങിന് ഫിഗർ വെച്ചുള്ള ചോദ്യങ്ങളോട് ചെയ്യാം. ഇപ്പം ഈ 2 പ്രോബ്ലംസ് എന്ത് ചെയ്യാം, ഒന്ന് ചെയ്യാം, അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ടും ചെയ്യാം. ആൻഡ് ഐ വിൽ കീപ്പ് വൺ മോർ തിങ് ദാറ്റ് ഈസ് ആസ് എൻ അസൈൻമെന്റ്. ഇത് ഇന്ന് രാത്രി ചെയ്യാനുള്ളതാണ് ഈ 2 പ്രോബ്ലം.
വേറെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സാധനം കൂടെ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ചെയ്തിട്ട് വരണം. മില്ലർ ഇൻഡിസസിന്റെ സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. വി ഹാവ് ടു ഡിസ്കസ് സംതിങ് മോർ റിഗാർഡിംഗ് ദാറ്റ്. സോ അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഡിസ്കഷൻസ്. ഓക്കെ, ഞാൻ എൻ്റെ പെന്നിൻ്റെ ഒരു ഇഷ്യൂ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് സ്റ്റക്ക് ആയതാണ്. ഈ ഒരു കാര്യം ഒന്ന് നിങ്ങൾ ചെയ്തിട്ടൊന്ന് വരാം. ഈ ഒരു അസൈൻമെൻറ്റ്സ് നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ പ്രോബ്ലി നെക്സ്റ്റ് വീക്ക് ആയിരിക്കും നമ്മൾ മീറ്റ് ചെയ്യുക. അപ്പോൾ ആ സമയത്തേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1-2 കാര്യം തരാം. ഓക്കെ, ഇത് രണ്ടും ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാം, ഈ 2 കാര്യങ്ങൾ. സോറി. ഓക്കെ, ഇൻ അഡീഷൻ ടു ദാറ്റ് യു ഡു ദിസ് വൺ ഓൾസോ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ഒന്ന് ഡീറ്റെയിൽ, ഒരു 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 6 ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യുക. എന്ന് നിങ്ങൾ ആൻസർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ ഒന്നെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് അതല്ലെങ്കിൽ നിങ്ങളെ ഗ്രൂപ്പിൽ ഒന്ന് എന്ത് ചെയ്യുക, പോസ്റ്റ് ചെയ്താലും മതി. ഓക്കെ, ജസ്റ്റ് 6 ക്വസ്റ്റ്യൻസ് അസൈൻമെന്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. ഈ 6 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ്. ഒന്ന് മില്ലർ ഇൻഡിസസ് തന്നെയാണ്, മറ്റൊന്ന് ഫ്രാക്ഷൻസും ആറ്റംസിന്റെ അറ്റോമിക് അറേഞ്ച്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷന് ഞാൻ ഇവിടെ ഈ പോയിന്റിൽ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഇൻ ബിറ്റ്വീൻ ഞാൻ നേരത്തെ പൂജയായിരുന്നു ചോദിച്ചു തോന്നുന്നു, ആ എക്സുകളുടെ കാര്യം ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ഇൻ ബിറ്റ് ചോദിച്ചോളൂ.